കുറേ കുട്ടികളുണ്ട്, അവർ സങ്കടപ്പെട്ടിട്ടാണ് വിളിക്കുക, സാറേ ഒരു രക്ഷയില്ല പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ ഇന്ത്യയുടെ സൈഡിൽ നിന്നുള്ള ഔദാര്യമല്ല ഈ എക്സാം. കാരണം നമ്മൾ പഠിച്ച് നമ്മുടെ പൈസ മുടക്കി നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എക്സാം ഫ്രീ എക്സാം. അതിൽ തന്നെ ഒരു 500-600 മാർക്കുള്ള കുട്ടികൾ അബ്രോഡിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. തമിഴ്നാട് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നലെ വിജയിന്റെ പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് എക്സാമേ വേണ്ട, +2 മാർക്കിന്റെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ അഡ്മിഷൻ എടുക്കാന്നാ. പ്രഷർ കുക്കറിൽ വന്ന ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ. ആലോചിച്ച് നോക്കി, അതിന് എവിടെ കൊണ്ടുപോയിട്ടാലും ഒന്നും ഏൽക്കാൻ പോണില്ല. ഒരു കുട്ടി എന്നോട് പറയാം, സാറേ വിഷമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഫീൽ ദ പെയിൻ, ഫീൽ ചെയ്യാൻ പറ്റും. രണ്ട് കാര്യങ്ങളുണ്ട് പറയാനുള്ളത്. ഇപ്പൊ MBBS വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നതിനെ പറ്റിയിട്ട്, MBBS വേണ്ടിയിട്ട് കുടുംബം വെക്കുന്നതിനെ പറ്റിയിട്ട്, MBBS പറ്റി സംസാരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ട്, ട്രാവൽ ബ്ലോഗേഴ്സ്. ഈ മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ 2024 നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു സാമാന്യ പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യനാണ് ഒരു 170-175. ഹായ് ഓൾ, നമ്മളിപ്പോൾ ഉള്ളത് ഡോക്ടർ എക്സ്പെർട്ട് എഡ്യൂക്കേഷൻ്റെ ഓഫീസിലാണ്. നമ്മളെ കൂടെ കേരളത്തിലെ തന്നെ വളരെ മികച്ച ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നീറ്റിന് വേണ്ടിയിട്ടുള്ള. അതിൻ്റെ ഡയറക്ടറും ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ ആഷിഖ് സൈനുദ്ദീനാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ MBBS കുറിച്ചും നീറ്റിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ താങ്ക് യു. ശരിക്കും എന്താ പറയുക, സന്തോഷമുണ്ട്. നമുക്കിങ്ങനെ കൂടുതൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ MBBS എന്ന് പറഞ്ഞൊരു സാധനം കുറേ തെറ്റിദ്ധാരണകളുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും തെറ്റിദ്ധാരണകളുണ്ട്. പക്ഷേ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സാധനങ്ങളുണ്ട്, സെയിം വേയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആകുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസിൽ വരാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു സാധനമാണ്. സോ തുടങ്ങാൻ എന്തായാലും നിങ്ങളോടേക്കുള്ള നല്ലത്. സോ എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നീറ്റ് എന്ന് ബന്ധപ്പെട്ട ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയും ഒരുപാട് കുട്ടികൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസും അതുപോലെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് വേറൊരു വ്യത്യസ്തമായ രീതിയിൽ ഒരു എനിക്ക് തോന്നുന്ന ഒരു കോർപ്പറേറ്റ് ലെവലിൽ അല്ലാണ്ട് തന്നെ അവരുടെ കൂടെ, ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ പലതും ഞാൻ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് കുട്ടികളുടെ കൂടെ നിന്ന് അവരെ മെൻറ്റർ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഈ നീറ്റിന് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ MBBS പഠിച്ച് ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് ആദ്യമായിട്ട് എന്താണ് പറയാനുള്ളത്? ശരിക്കുള്ള വാസ്തവം മനസ്സിലാക്കിയിട്ട് മാത്രമേ വരാവുള്ളൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഈ പുറത്തുനിന്ന് MBBS പറ്റിയിട്ട് പറയുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും നാട്ടുകാരെ കേൾക്കുന്ന സാധനങ്ങൾ, ഇപ്പോൾ നാട്ടിലിപ്പോൾ ഒരു സാധനം ഉണ്ട്, ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞു full A+ ഉണ്ട്, ഇപ്പോൾ സയൻസ് എടുക്കണം, സയൻസ് എടുത്തു നല്ല മാർക്കുണ്ട്, അപ്പോൾ പിന്നെ MBBS എടുക്കണം, അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. പിന്നെ MBBS എടുത്താൽ ലൈഫ് സെറ്റിലാണ്, പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ട്. അത് ശരിക്കും റോങ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും MBBS എടുക്കാൻ വരും. നമുക്ക് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് വേണം, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റീസൊക്കെ അതിന് മാച്ചിങ് ആണോ എന്ന് നോക്കണം. പിന്നെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, ഇപ്പോൾ MBBS പറ്റിയിട്ടുള്ള നാട്ടിൽ പൊതുവേ ഉള്ള പൊതു ഒരു വികാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന വളരെ സെറ്റിൽഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഗതിയാണ്. അപ്പോൾ പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ളൊരു നല്ല ഓപ്ഷനാണ് എന്നുള്ള രൂപത്തിലാണ് വരുന്നത്. ബേസിക്കലി ജോബ് സെക്യൂരിറ്റി ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങി, ഏതെങ്കിലും ഒരു ഡിഗ്രി പുറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു 75,000-80,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ സാലറി കിട്ടണമെന്ന് പറയുന്ന വേറൊരു കോഴ്സ് ഇല്ല. ഇതിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ ഫ്രഷർ ആണെങ്കിൽ തന്നെ ഒരു 1 lakh അടുപ്പിച്ചിട്ടൊക്കെ നമുക്ക് സാലറി കിട്ടും. പക്ഷേ ഒരു 2 lakh പ്ലസ് സാലറി വാങ്ങാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് മതിയാവില്ല. അപ്പോൾ അതിനിപ്പോൾ നമ്മളിപ്പോൾ ഒരു 30 days ഇൻറ്റൻസീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു സാലറി 2 lakh. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ, പക്ഷേ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും ഒരു 2.5 അങ്ങനെയൊക്കെ നിൽക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്കൊക്കെ 5 lakhs 6 lakhs 10 lakh ഒക്കെ സാലറി വാങ്ങുന്ന എത്രയോ പ്രൊഫഷണൽസ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ MBBS അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾ അധികം ആൾക്കാർ പാഷൻ്റെ പുറത്ത് വരില്ല. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസയോ അല്ലെങ്കിൽ ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വർക്കിംഗ് പാറ്റേൺ ഉണ്ട്. അത് വേറെ ഏതൊരു പ്രൊഫഷണലിനേക്കാളും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതായത് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം, ലൈഫ് സ്റ്റൈലാണ് ശരിക്കും ഡോക്ടറായിട്ട് നിൽക്കുക എന്നുള്ള ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരാളിപ്പോൾ രാത്രി വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ തളർന്ന്, ഇപ്പോൾ ഞാനിങ്ങനെ കുട്ടികളോട് പറയലുള്ളത് വെച്ചാൽ രാവിലെ 8 to രാത്രി 8 ഡ്യൂട്ടി, രാത്രി 8 ആകുമ്പോഴത്തേക്ക് നമ്മളെ ശരിക്കും ഗ്യാസ് ഔട്ട് ആയിട്ടുണ്ടാവും. ആ സമയത്ത് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാലും അവരുടെ പ്രശ്നത്തിനെ സീരിയസ് ആയിട്ട് കേട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി ഡീൽ ചെയ്ത് വിടാനുള്ള ഒരു മെന്റാലിറ്റി, ഒരു കമ്പോഷർ എന്നൊക്കെ പറയില്ലേ, ആ സാധനം നമുക്ക് വേണം. കാരണം ആ സമയത്ത് ഞാൻ മടുത്തിരിക്കുകയാണ്, നമ്മൾ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന പേഷ്യന്റിനോട് മോശമായിട്ട് പെരുമാറാനോ, മോശം എന്നല്ല,
കുറച്ച് നല്ല രീതിയിലുള്ള പെരുമാറ്റം കുറച്ച് കുറയ്ക്കാനുള്ള ഒരു പെർമിഷൻ പോലും നമുക്കില്ല. അപ്പോൾ അവരൊരു ബുദ്ധിമുട്ട് കൊണ്ട് വരികയാണ്. അപ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം. അപ്പോൾ അങ്ങനത്തേക്ക് ഒരു എംപത്തിക് മനസ്സും മെൻറ്റാലിറ്റി ഉള്ള, അല്ലെങ്കിൽ അങ്ങനെ വർക്ക് ചെയ്താൽ തന്നെ, അത് അത്രയും മനസാന്നിധ്യത്തോട് വർക്ക് ചെയ്താൽ തന്നെ ഒരു 1.5 lakh 2 lakh ഒക്കെ സാലറി കിട്ടുമ്പോൾ തന്നെ അതിനകത്ത് ഹാപ്പി ആവാനൊക്കെ പറ്റുന്ന, എനിക്കത് മതി. എനിക്ക് പിന്നെ പേഷ്യൻസ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പേഷ്യൻസ് ഡോക്ടർ താങ്ക് യു, അല്ലെങ്കിൽ ഡോക്ടർ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരമായി എന്ന് പറയുമ്പോൾ അതിലൊരു സന്തോഷം കൂടി കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഡോക്ടറാവും വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പരിപാടിക്കേ വരരുത് എന്നുള്ളത്, വേറെ പരിപാടിക്ക് പോവാ ഇഷ്ടംപോലെ. എത്ര നല്ല നമ്മളെ പല സ്റ്റുഡൻസ് വിളിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കല്ലേ. കാരണം എല്ലാവർക്കും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമ്മൾ ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും പോസിറ്റീവും നെഗറ്റീവ്സും ഇതുപോലെ തന്നെ. കാരണം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പിന്നെ എൻ്റെ അടുത്ത് വരുന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഡോക്ടറാണ്, അപ്പം എന്നോട് വർക്ക് ചെയ്യണില്ലേ, പ്രത്യേകിച്ചും നാട്ടുകാർക്കാണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത്. ഓഫ് കോഴ്സ് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്തതാണ്. പക്ഷെ എന്നാലും നിങ്ങൾ അറിയപ്പെടുന്നത് ഡോപ്പ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക്, ഒരു അക്കാദമിക് ഏരിയയിലേക്കാണ് നിങ്ങൾ പോയിട്ടുള്ളത്. അതിൽ പിന്നെ ഇപ്പോൾ നീറ്റാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ MBBS സ്റ്റുഡൻസിൻ്റെ ട്യൂഷൻ, എനിക്ക് നമ്മൾ ഇന്നലെ സംസാരിച്ചതിൻ്റെ ഇതിൽ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങളൊരു അക്കാദമിക്കിൽ ആ ഒരു ഏരിയയിലേക്ക് പോകാനുള്ള ഒരു കാരണം എന്താണ്? ഇൻസ്റ്റെഡ് ഓഫ് ഒരു ക്ലിനിക്സ് ഏരിയ എന്ന് മാറിയിട്ട് പോകാനുള്ളൊരു, ഇതെന്നെ സംബന്ധിച്ചിട്ട് സംഭവിച്ച ഒരു കാര്യമാണ്. ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ MBBS പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതൊന്നുമല്ല. സംഭവിച്ചതാണ്. ഇറ്റ് ഹാപ്പൻ ടു മീ എന്നേ പറയാനുള്ളൂ. MBBS പഠിക്കും ഫസ്റ്റത്തെ കാര്യം, ഞാൻ +2 പഠിക്കുമ്പോൾ എനിക്ക് മാർക്ക് കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമൊന്നുമല്ല. 90%, 89% ആണ് സ്റ്റേറ്റ് സിലബസിൽ കിട്ടിയത്. അപ്പോൾ അതൊരു ഭയങ്കര ഹൈ മാർക്കൊന്നുമല്ല. കാരണം എൻ്റെ സ്കൂളിൽ തന്നെ 90%-ന് മുകളിൽ മാർക്ക് പഠിച്ച 35-40 കുട്ടികൾ അവിടെ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ഹൈ എന്നൊന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ എൻട്രൻസിന് റിപ്പീറ്റ് ചെയ്ത സമയത്താണ് ഞാനിത് മൊത്തം ഇരുന്നിട്ട് പഠിക്കുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജി, മാത്സ് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഈ 3 സബ്ജക്റ്റ് പഠിപ്പിച്ചു. അപ്പോൾ പിന്നെ +2 അല്ല ഈ എൻട്രൻസ് കിട്ടി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനം ആകെ വിവരമാണ്, വേറെ ഒന്നുമില്ല. ഫിസിക്സിനെ പറ്റിയിട്ട് അറിയാം, കെമിസ്ട്രിനെ പറ്റിയിട്ട് അറിയാം, ബയോളജിനെ പറ്റി അത് പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അന്നേരം വീട്ടിലുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കുറച്ച് ബാഡായിരുന്നതുകൊണ്ട് എൻ്റെ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ അതിനകത്തുനിന്ന് ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം കൂടിയത്, കൂടുതൽ കുട്ടികൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി സംഭവിച്ചു പോയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളിങ്ങനെ അതിൽ വേറൊരു കാര്യം തന്നെ, നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏത്, കാരണം വേറൊരു കോച്ചിങ് സെൻ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ നമ്മളെ പഠിപ്പിച്ചതിന് മാത്രമേ ഉള്ളൂ, അവരുടെ ഫീൽഡ് വേറെയാണ്. ഒന്നെങ്കിൽ അവരൊരു ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സാണ്. പക്ഷെ ഒരു ഡോക്ടർ ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് ഇതിന്റെ കംപ്ലീറ്റ് ഒരു എക്സാം ഹോളിസ്റ്റിക് അപ്രോച്ച് നമുക്ക് കിട്ടും. അതായത് ഇത് മൊത്തത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ ഒരുമിച്ച് അങ്ങനെ പഠിക്കാം. ഇപ്പോൾ ഫിസിക്സ് ടീച്ചർ പറയുമ്പോൾ ഫിസിക്സ് എങ്ങനെ പഠിക്കാന്നുള്ളതാണ്. പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ ഒരുമിച്ച് അങ്ങനെ പഠിക്കാം. അതിൻ്റെ ഒരു മെന്റാലിറ്റി എങ്ങനെ കീപ്പ് ചെയ്യാം. പിന്നെ ഈ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ലൈക്ക് സ്ട്രെസ്ഫുള്ളാണ്. അതൊരു ഭയങ്കര ആസ്പിരൻറ്റിന് അങ്ങനെ മാത്രം പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ഒരു സാധനത്തിന് എങ്ങനെ മാനേജ് ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മാർക്ക് കുറഞ്ഞിട്ട് ഞാനിങ്ങനെ തലേണയിൽ വന്നിട്ട് ഇങ്ങനെ കാല വെച്ചിട്ട് കമന്ന് കിടന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. അത് ലൈക്ക് എണീറ്റ് നിന്നിട്ട് കരയാനുള്ളൊരു ധൈര്യം ഇല്ലാത്ത കാരണം നമ്മളിങ്ങനെ കമന്ന് കിടന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ കുട്ടികളോട് പറയല്ലോ, ഞാനിതിങ്ങനെ കരഞ്ഞൊക്കെ തന്നെ ഞാനിവിടെ എത്തിയായി. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടുകൾ മൊത്തം ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ കഷ്ടപ്പാട് അനുഭവിക്കാത്ത ഒരാൾക്ക് ഇത് പറയാം, നമ്മൾ പറയില്ല നമ്മൾ അനുഭവിക്കാത്തതൊക്കെ നമുക്ക് വെറും കഥ തന്നെ ആയിരിക്കും എന്ന് പറയില്ലേ. കുട്ടികളത് അനുഭവിക്കുന്നുണ്ട്, ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത് ഒരു കുട്ടി ഇപ്പം എന്നോട് പറയാം, സാറേ വിഷമാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഫീൽ ദ പെയിൻ, ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി ഉണ്ടെന്നുള്ളതാണ്. അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, അത് അതിനനുസരിച്ച് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തിപ്പോയൊരു സ്ഥലമാണ്. അപ്പോൾ ഇനീഷ്യലി ഞാൻ നല്ല പ്രാക്ടീസിങ് ആയിരുന്നു. ഒരു 12 hours പ്രാക്ടീസ് ചെയ്തിട്ട് ഒരു 1 or 2 hours ആയിരുന്നു ഡോപ്പയിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇതിപ്പോൾ ഗ്രാജുവലി റേഷ്യോ മൊത്തം തിരിഞ്ഞു. 12 hours ഡോപ്പയിൽ വർക്ക് ചെയ്തിട്ട് 1 hour പ്രാക്ടീസ് എന്നുള്ള രൂപത്തിലായി. ആൻഡ് ലാസ്റ്റ് ഇയറിലൊക്കെ പ്രാക്ടീസ് ഓൾമോസ്റ്റ് നില്ലായി. ആ സമയത്ത് നിങ്ങൾ ചോദിച്ച പോലെ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും, ആഷിക്ക് പ്രാക്ടീസ് ആൾക്കാർ എന്നുള്ളത് എന്നോട് ആൾക്കാർ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പേരൻ്റ് എന്നോട് ചോദിക്കും, എൻ്റെ വാപ്പയും എന്നോട് ചോദിക്കും, എൻ്റെ ഗ്രാൻഡ് പേരൻസ് ഉണ്ട്. അവരിപ്പോൾ വെച്ചാൽ ഈ വല്യാപ്പ വല്ലും അങ്ങനെ ആൾക്കാരൊക്കെ അവർ ഞാൻ ഡോക്ടറാവുന്ന സ്വപ്നം കണ്ട ആൾക്കാരാണ്. അപ്പോൾ അവർ ചോദിക്കും മോന് പ്രാക്ടീസ് ചെയ്യണില്ല, ഇപ്പോൾ എത്ര രോഗികളുണ്ട്, അവർ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുക. കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ വേദനയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് സമയമാണെങ്കിലും ഡെയിലി എന്നുള്ള രൂപത്തിൽ പ്രാക്ടീസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. കാരണം വെച്ചാൽ പേഷ്യൻസിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു സാധനം, അത് പേഷ്യൻസിൻ്റെ കൂടെ നിൽക്കുമ്പം കിട്ടുന്ന ഒരു സന്തോഷവും ഒരു സാധനമുണ്ട്. ആ ഒരു പ്ലഷർ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സാലറി ഉണ്ട്. ആ സാലറീൻ്റെ കൂടെ
പിന്നെ പേഷ്യൻസിൻ്റെ സൈഡിൽ നിന്നും പേഷ്യൻസ് എന്നല്ല നാട്ടുകാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതിൽ നിൽക്കാൻ തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഡോക്ടേഴ്സ് ഡേയിൽ ജൂലൈ 1 ഡോക്ടേഴ്സ് ഡേയിലാണ് ഞാനിങ്ങനെ അനൗൺസ് ചെയ്തത് ഞാൻ ക്ലിനിക്ക് സ്വന്തമായിട്ട് ഓണായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ടേണിംഗ് പോയിന്റിലാണ് അപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി ഇതുവരെ ഉണ്ടായിരുന്നില്ല. നൗ ഇറ്റ് ഈസ് ഞാനിതുപോലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയതാണ്. പിന്നെ ഈ പറഞ്ഞവർക്ക് ബിസിനസ്സിലേക്ക് ഇങ്ങനെ വന്നപ്പോൾ മറ്റത് കുറഞ്ഞു വന്നു. ഈ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ആൾക്കാർ പുറത്തുള്ളവരാണ്. വീട്ടിൽ നിന്ന് പിന്നെ വലിയ കാരണം ഏൺ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. പിന്നെ ഓഫ് കോഴ്സ് നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വീട്ടിൽ വന്നിട്ട് നമ്മളെ കൂട്ടി കൊണ്ടുപോകുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഈ ഫ്രീ പ്രാക്ടീസ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡോപ്പയിൽ നമുക്കിപ്പോൾ ഒരു 1000 മുകളിൽ കുട്ടികൾ റെസിഡൻഷ്യൽ പഠിക്കുന്നുണ്ട്, അതായത് ഹോസ്റ്റലിലേക്ക് പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റാഫ് ഒരു 300 ആൾക്കാരുണ്ട്, പിന്നെ വീട്ടുകാരുണ്ട്. ഇപ്പോൾ ഇവരുടെ ഇടയിലൊക്കെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോൾ ഡിസീസും ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ഒക്കെ അതിങ്ങനെ ഫ്രീലാൻസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ ഇനി സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹമുള്ളത്. ചെയ്യണം എന്ന് വെച്ചാൽ അതൊരു സാധനമാണ്. എൻ്റെ ഒരു സമയം നമ്മൾ സമയം ഞാനതിന് മനസ്സിലാക്കിയത് അതിന് കൃത്യമായിട്ട് സമയം കൊടുക്കണം. സമയം കൊടുത്തിട്ടില്ലെങ്കിൽ ആ വരുന്ന പേഷ്യൻസിന് ഒരു സാറ്റിസ്ഫിക്കേഷൻ ഉണ്ടാവില്ല. ഒരു പേഷ്യന്റിന് നമ്മളൊരു 5 മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ അല്ലാണ്ട് നമ്മുടെ അറിയിൽ ഇരുന്നിട്ട് അവരെ വെറുതെ നോക്കി വിട്ട് അവർക്കും അത് സാറ്റിസ്ഫൈ ആവില്ല, നമുക്കും അതിലൊരു സംതൃപ്തി കിട്ടൂല. അപ്പൊ അത് 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു 10-12 പേഷ്യൻസ് മതി, അത്രേ ഉള്ളൂ. അതിനുള്ള ഒരു സന്തോഷം കിട്ടുക എന്നുള്ളൊരു വലിയ കാര്യം. തീർച്ചയായിട്ടും. പിന്നെ നമുക്കിപ്പോൾ അറിയാലോ, നമുക്കിപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ എൻട്രൻസ് ഫീൽഡിലാണുള്ളത്. നിങ്ങളുടെ ത്രൂ വന്ന് ക്വാളിഫൈ ആയിട്ടുള്ള കുട്ടികളാണ് നമ്മൾക്ക് വരുന്നത്. ഇപ്പോൾ ഈവൻ നമ്മുടെ അബ്രോഡ് MBBS ആണ് ചെയ്യണമെങ്കിലും ഇവിടുത്തെ കോച്ചിങ് സെൻറ്റേഴ്സിലൂടെ കടന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വരുന്ന പല കുട്ടികളും 3-4 പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, കാരണം അവരുടെ മാർക്കിൽ വലിയൊരു വേരിയേഷനൊന്നുമില്ല. ഒരു 100 മാർക്ക് 50 മാർക്ക്, അതായത് മാക്സിമം അവർ വരുമ്പോൾ ഒരു 500 മാർക്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഉള്ളൊരു മാർക്ക് ഒരു 500 മാർക്സ് ആയിരിക്കും അവർ നമ്മളിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ഉണ്ടാവുക. പക്ഷെ അവർ 3-4 വർഷമൊക്കെ ചില ആൾക്കാർ 2 വർഷം മിനിമം, അതായത് +2 കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 വർഷം റിപ്പീറ്റ് ചെയ്ത് സമയം സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അവർ അബ്രോഡ് പോകണ ഒരു പ്രവണത നാട്ടിൽ പൊതുവെ ഉണ്ട്. അപ്പം ഈ ഒരു മൾട്ടിപ്പിൾ റിപ്പീറ്റേഷൻ, അതായത് ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് കഴിവില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയല്ല പറയണത്, അതായത് നമുക്ക് ഓരോരുത്തർക്കും ലെവലുണ്ട്. ഇതൊക്കെ പേരിൽ കയറുമെന്ന് അറിയില്ല. ഒരാൾക്കൊരു ലെവലുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് സ്റ്റുഡൻറ്റിനെ എടുക്കുമ്പോൾ മനസ്സിലാവും. ആ ഒരു ലെവലിലും കടന്നിട്ട് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായം? 2 കാര്യങ്ങളുണ്ട്. ഈ ഒരാൾക്ക് ഈ ലെവലുണ്ട് എന്ന് പറയുന്ന ഒരു സാധനമല്ലേ, അത് ആക്ച്വലി ജന്മന എഴുതപ്പെട്ട സാധനമൊന്നും അല്ല. അതൊന്നാമത്തെ കാര്യം. അതായത് നമ്മളിപ്പോൾ ഒരു 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള നമ്മുടെ ഒരു ബേസിക് നോളജ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, നല്ല താല്പര്യമുള്ളൊരു കുട്ടിയാണെങ്കിൽ അവർ ബേസിക്കലി 5, 6, 7 മാത്സ് സോൾവ് ചെയ്യാൻ പഠിക്കണം. 5, 6, 7 മാത്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ, സിമ്പിൾ ഡിവിഷൻ, ഡെസിമൽ നമ്പർ, ഫ്രാക്ഷണൽ നമ്പർ, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്ന, ഇനി 8, 9, 10 ഫിസിക്സും കെമിസ്ട്രി അറിയുന്ന ഒരാൾക്ക് നല്ല ലെവലുണ്ടാവും. അത്രേ ഉള്ളൂ. 5, 6, 7 മാത്സും 8, 9, 10 ഫിസിക്സും കെമിസ്ട്രിയും അറിയുന്ന ഒരാൾക്ക് നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നല്ലൊരു പോരായ്മയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സിസ്റ്റം ഓണപരീക്ഷയുടെ മാർക്ക്, ക്രിസ്മസ് പരീക്ഷയുടെ മാർക്ക്, ബോർഡ് എക്സാമിന്റെ മാർക്ക് ഇത്ര ഉണ്ടെങ്കിൽ അടിപൊളിയാണെന്നുള്ളതാണ് വിചാരിക്കുക. അതായത് മാത്രമല്ല, നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് അല്ലേ പഠിച്ചത്, ഞാനും സ്റ്റേറ്റ് പഠിച്ച ആളാണ്. സ്റ്റേറ്റിൽ നമ്മളൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +2 എത്തുമ്പോൾ ഒരു ഷോക്ക് ഉണ്ട്. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ സ്റ്റേറ്റ് മലയാളം മീഡിയത്തിൽ വന്നേ. ഈ സാധനം ഞാൻ കറക്റ്റ് അനുഭവിച്ച ആളാണ്. അപ്പോൾ അവിടെ CBSE-ക്കാർ ഒന്നുകൂടിയും ഹൈപ്പിലാണ് നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ എൻ്റെ സംഭവം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഈ മാർക്കും വിവരവും ഇത് രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സാണ്. അപ്പോൾ മാർക്ക് +2 വാങ്ങിയ മാർക്കും +2 വിവരവും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടാവും. 99-100% മാർക്കുള്ള കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരം ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വിവരം ഈ സംതിങ് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സാധനവും മാർക്ക് നമുക്ക് വിസിബിൾ ആയിട്ട് കാണും. അപ്പോൾ മാർക്ക് ഉണ്ടാക്കൽ എളുപ്പം. ഇപ്പോൾ തന്നെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് സാധനമാണ് ഈ എക്സാമിൻ്റെ തലേദിവസം ലൈവ് ഇങ്ങനെ വരും. അതിനകത്ത് ഇങ്ങനെ പിറ്റേ ദിവസം എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അവന് വലിയ വിവരം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ഈ പറയുന്ന കുട്ടി എന്ന് പറയുന്ന കുട്ടി ഇപ്പോൾ ഈ കഴിവ് അല്ലെങ്കിൽ എബിലിറ്റി എന്നൊക്കെ പറയുന്ന സാധനം നമ്മളൊരു വിവരത്തിൻ്റെ ബേസിൽ മെഷർ ചെയ്യുകയാണെങ്കിൽ അതുള്ള ആൾക്കാർ വളരെ കൂളായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ ഇത് എൻട്രൻസ് കോച്ചിങ്ങിൽ റിപ്പീറ്റ് ചെയ്ത ഒരു കുട്ടിക്കും അവരുടെ പേരൻസിനും അറിയാം. കാരണം എന്താ വെച്ചാൽ നമ്മളവിടെ ഇങ്ങനെ ഉരച്ചൊരച്ച് നോക്കുന്നത് ഈ വിവരത്തിനെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അതൊരു കാര്യമാണ് കേട്ടോ. 2ാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ എൻട്രൻസ് പ്രിപ്പറേഷനും സ്കൂൾ പ്രിപ്പറേഷനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ തന്നെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ഉത്തരം തരും. നമ്മൾ ഈ ഉത്തരം പഠിച്ചാൽ അത് എഴുതി കൊടുത്താൽ മാർക്ക് കിട്ടും. അപ്പോൾ സ്കൂളിൽ ചെയ്യേണ്ട കാര്യം ഉത്തരം പഠിക്കുക എന്നുള്ളതാണ്. എൻട്രൻസിനെ എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ വരുന്ന ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്വസ്റ്റ്യൻ്റെ സിമിലർ
പാറ്റേൺ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, പക്ഷേ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കിട്ടുക. അപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ പഠിച്ച വെച്ച് ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ പുതിയ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടുള്ള ഉത്തരം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. അപ്പോൾ സ്കൂളിൽ ഉത്തരം പഠിച്ചാൽ മതിയെങ്കിൽ എൻട്രൻസിന് ഉത്തരം ഉണ്ടാക്കാൻ പഠിക്കണം. അപ്പോൾ അത് ഡിഫറൻസ് ആണ്. അത് ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സിമിലാരിറ്റി എല്ലാ സാധനമാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻ ഉത്തരം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പഠിക്കുക എന്നുള്ള സാധനം, അതിൻ്റെ സ്റ്റഡി മെത്തേഡ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കാത്ത കുട്ടികളാണ് കൂടുതലും 2 തവണ 3 തവണ 4 തവണയൊക്കെ. ഇപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പം ഡോപ്പയിലേക്ക് കൊടുക്കണം, നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ പറയുന്നതിൽ വലിയ മീനിങ് ഇല്ല. നമ്മൾ ഡോപ്പയിലേക്ക് പഠിച്ച കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയാൽ മതി. അതെന്ന് വെച്ചാൽ 1 തവണ 2 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ 3ാമത്തെ തവണ റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് സാറേ ഇപ്പോഴും എനിക്ക് ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് മനസ്സിലായി പറയാം. അതായത് ആദ്യത്തെ 2 കൊല്ലം അവർ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ് റോങ് ആയിരുന്നു. അപ്പം ഞാനീ പറയുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന 5, 6, 7 മാത്സ്, 8, 9, 10 ഫിസിക്സ്, കെമിസ്ട്രി, ഇത്രയൊക്കെ ബേസിക്കുള്ള കറക്റ്റ് മെത്തേഡിൽ പഠിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഞാൻ പറയുകയാണ് +1 +2 തന്നെ അച്ചീവബിൾ ആയിട്ടുള്ള ഒരു സാധനമാണിത്. അത്രേ ഉള്ളൂ. +1 +2 തന്നെ ഗവൺമെന്റ് സീറ്റ് അച്ചീവബിൾ ആണ്. ഇനി അതല്ലാതെ പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ +2 +1 +1 +2 പഠിച്ചിട്ട് ഈ നമ്മൾ കോച്ചിങ് 1 വർഷം കഴിഞ്ഞിട്ട് കയറാമെന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. നേരെ മറിച്ച് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അതിൽ കുറച്ചൊരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഒരു +1 +2 മുതൽ അവരെ പിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു കളക്ഷൻ നടത്തിയിട്ട് അവരെ അങ്ങനത്തെ ആൾക്കാരെ മെന്റർ ചെയ്തിട്ട് +2 തന്നെ ഡയറക്റ്റ് ബേസിക്കലി ഞാനിപ്പോൾ പറഞ്ഞില്ല, എൻട്രൻസിന് ഉത്തരം ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി. ഇപ്പോൾ ഈ ഉത്തരം ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ള സാധനം ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പോൾ സ്കൂളിൽ ഇപ്പോൾ ടീച്ചർമാർ 5 ചോദ്യം തന്നു, 5ന്റെ ഉത്തരം പഠിച്ചു വെച്ചു. ഇത് ചെയ്യരുത്. ഈ 5 ചോദ്യം 5 ഉത്തരം ഓക്കെ, നമ്മൾ ഇനി ഒരു 50 ചോദ്യം സ്വന്തമായിട്ട് ചെയ്തു നോക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാം, ഒരു 50, 100, 150, 200 ചോദ്യങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ്. നാട്ടിലൊക്കെ എത്ര ഗൈഡ് ഉണ്ടെന്ന് അറിയോ? പൈസ പോലും കൊടുക്കണ്ട. ഇപ്പോൾ ഓൺലൈനിൽ ഇഷ്ടം പോലെ സോഴ്സിൽ ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇരിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് സോൾവ് ചെയ്താൽ മതി. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ സൊല്യൂഷന് യൂട്യൂബിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എത്ര ചാനൽസ് ചെയ്യുന്നുണ്ട്. ഈ റിസോഴ്സസ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾ കാണിക്കുക, അതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പേരൻസ് വില്ലിങ് ആവുക. അത്രയും ചെയ്താൽ തന്നെ കുട്ടികൾക്ക് ഉത്തരം ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ ഇവന് ഞാൻ പറയാം, ഒരു 200 ക്വസ്റ്റ്യൻ 250 ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത കുട്ടി 250 ക്വസ്റ്റ്യൻ ഉത്തരം ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 251-ാമതായിട്ടൊരു ക്വസ്റ്റ്യൻ നീറ്റിന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് സോൾവ് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പം ഇത് പറയാന്നുള്ള സാധനം നമ്മളിപ്പോൾ അതാ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ വെച്ചാൽ നമ്മുടെ വോയിസുകൾ ഇങ്ങനെ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെയാണ്. നിങ്ങൾക്കൊരു ഓഡിയൻസ് ഉണ്ട്, നിങ്ങളെ വാച്ച് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ, അവരിലേക്ക് നമുക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ കണ്ടിന്യൂസ്ലി ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യം. നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ഇത് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇത്തവണ തന്നെ നീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നീറ്റിൽ ഗുഡ് സ്കോർ വരാൻ വേണ്ടി നിൽക്കരുത്. അല്ല, നല്ല ക്വാളിഫൈ ചെയ്ത ആളുകളുടെ എണ്ണം നല്ലോണം കൂടുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ഫാക്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് കുറെ പേർക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മനസ്സിലാക്കിയ ആൾക്കാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല പ്രാക്ടീസ് ചെയ്യും. ഇത്തവണത്തെ 2024 നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഒരു സാമാന്യ പ്രാക്ടീസ് ചെയ്ത കുട്ടിക്ക് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഒരു 170-175 എണ്ണം. ഒരു 180 170. പൊതുവെ അഡ്മിഷൻ കുട്ടികൾക്ക് നല്ല സ്കോർ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ആവറേജ് ഒരു 50-60 മാർക്ക് കൂടുതലാണ്. അതായത് അവർ സ്കോർ ചെയ്ത ആവറേജ് മാർക്കിനേക്കാൾ 50-60 മാർക്ക് കൂടുതലായിട്ട് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഈ വർഷത്തെ നീറ്റിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ മൊത്തത്തിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നീറ്റ് സ്കാം NTA 2024 ആണ്. എല്ലാവരും കൺഫ്യൂസ്ഡ് ആണ്. ഈവൻ ഇപ്പോൾ ഞങ്ങൾക്ക് പോലും രജിസ്റ്റർ ചെയ്ത ആൾക്കാർ ഇനി റീനീറ്റ് ഉണ്ടാവുമോ, അതുപോലെ ഒബ്വിയസ്ലി നിങ്ങൾക്കും ഇതേ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. അപ്പോൾ ഒരു റീനീറ്റിന് സാധ്യത ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും വലിയ മത്സര പരീക്ഷ, അതല്ലെങ്കിൽ 25 ലക്ഷം അല്ലെങ്കിൽ 23 ലക്ഷം ആൾക്കാർ അത്രയും വർഷം കഷ്ടപ്പെട്ട് അവരുടെ ടൈമും പൈസയും ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും അവരുടെ ഒരു പാഷന് വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ, അതും ഒരു ഭയങ്കര അതോറിറ്റി ആയിട്ടുള്ള ടീമാണല്ലോ NTA എന്ന് പറയുന്നത്, അവർ നടത്തുന്ന ഒരു എക്സാമിൽ ഇങ്ങനത്തെ ഒരു സ്കാം വരാനുള്ള കാരണം എന്താണ്? സങ്കടകരമാണ് എന്നാണ് പറയാനുള്ളത്. ബേസിക്കലി എന്ന് വെച്ചാൽ ഇത് കുട്ടികൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ NTAയുടെ സൈഡിൽ നിന്നുള്ള ഔദാര്യമല്ല ഈ എക്സാം. കാരണം നമ്മൾ പഠിച്ച് നമ്മുടെ പൈസ മുടക്കി നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് എക്സാം രജിസ്റ്റർ ചെയ്യുന്നത്. ഫ്രീ എക്സാം അല്ല. അതിപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കും പരീക്ഷ ഫീസ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, അത് ഫ്രീ ആണ്. അത് ഫ്രീ പരീക്ഷകളാണ്. പക്ഷെ അവർ പറയുന്ന 1500-2000 രൂപ ഫീസ് അടച്ചിട്ട് എഴുതുന്ന ഒരു പരീക്ഷ ജെനുവിൻ ആയിട്ട് നടത്താൻ അവർക്ക് കഴിവില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു സംഭവം ആലോചിക്കുമ്പോൾ സങ്കടമാണ്. വേറെ ഒന്നും പറയാനില്ല. മാത്രമല്ല രാജ്യത്തിലെ കുട്ടികളുടെ കാര്യമാണ്. അവരെന്ത് ട്രസ്റ്റിലാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സിംഗപ്പൂരിലെ ഏതോ ഒരു TV ചാനലിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ പരീക്ഷ ലീക്കായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോ ഒരു രാജ്യം, എനിക്കിതിൽ ഓർമ്മ, ഇവര് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ NTA നമ്മൾ എനിക്ക് തോന്നുന്നു ഇതിന് ആദ്യം ഓരോ സ്റ്റേറ്റ് വൈസ് ആയിരുന്നു എക്സാം പറഞ്ഞത്, CBSE നടത്തിയ എക്സാം. അതിനുശേഷം ഇവർ NTA മാറിയ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഇവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഷർട്ടിന്റെ കൈ മുറിക്കലും
അത്ര സ്ട്രിക്റ്റ് കാണിച്ച് കൊണ്ടുവന്നൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മൊത്തം 600 സെൻറ്ററിൽ 599 സെൻറ്ററിലാണ് എക്സാം നടന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സെൻറ്ററിലും ഒരു 10 ഉദ്യോഗസ്ഥർ 15 ഉദ്യോഗസ്ഥർ വീതം വേണം. അപ്പോൾ തന്നെ നമ്പർ ആലോചിക്കാൻ വേണ്ടി 6,000-7,000 ആൾക്കാർ ഡയറക്റ്റ്ലി എക്സാം നടത്തിപ്പിൽ ഇൻവോൾവ് ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസൈനിങ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻറ്റിങ്, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ലോജിസ്റ്റിക് വഴിയിട്ടാണ്. അതായത് അവർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സാധനം ലോജിസ്റ്റിക് കമ്പനീസിനെ ഏൽപ്പിച്ചിട്ട് അവർ തൊട്ടടുത്ത ബാങ്കിൻ്റെ സ്ട്രോങ് റൂമിൽ വെച്ച്, അപ്പോൾ ഇതിനകത്ത് ബാങ്ക് ഇൻവോൾവ് ആണ്, ലോജിസ്റ്റിക്സ് ഇൻവോൾവ് ആണ്, പ്രിൻറ്റിങ് ആൾക്കാർ ഇൻവോൾവ് ആണ്. അങ്ങനെ ഒരു ഹ്യൂജ് നമ്പർ, ഒരു 10,000-15,000 ആൾക്കാരൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാധനത്തിലാണ് ടോട്ടൽ നെറ്റ്വർക്കിൽ ഇന്ത്യയിലും പാൻ വേൾഡിൽ GCC പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് എക്സാം നടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 15,000 പേരിൽ എല്ലാ നാട്ടിലും. ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിന് മുമ്പ് ഇത് ഓൺലൈൻ എക്സാം ആയിട്ട് നടത്തിയിട്ടില്ല. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ നീറ്റ് PG പഠനം എഴുതിയിട്ടില്ല, പക്ഷെ ഞാൻ പ്ലാബ് എക്സാം എഴുതിയിട്ടുണ്ട്. FMG എക്സാം ഞാനിവിടെ വന്നിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ പ്ലാബ് എക്സാമിന് കണ്ട ഒരു സെക്യൂരിറ്റിയും FMG എക്സാമിന് കണ്ട ഒരു സെക്യൂരിറ്റിയും നോക്കുമ്പം FMG എക്സാമിൻ്റെ സെക്യൂരിറ്റി കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഞാനത് ഇതിൽ ആഡ് ഓൺ ചെയ്ത് പറയുകയാണ്. കാരണം നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ് നടക്കണേ. അതിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് ഫ്രിസ്കിങ് അത്ര സ്ട്രിക്റ്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ മുമ്പ് നമ്മൾ സെൻറ്ററിൽ കയറിയിരിക്കണം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരുള്ളൂ. അവരുടെ പ്രത്യേക TCS ആണ് ഇത് കണ്ടക്ട് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക് കഴിഞ്ഞിട്ട് വീണ്ടും 1 മണിക്കൂർ മുന്നേ കയറിയിരുന്ന്, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു പ്രോസസ്സാണ് 300 ക്വസ്റ്റ്യൻസിൻ്റെ എക്സാം നടക്കുന്നതെന്ന് പറയുന്നത്. അതെ, ഈ വർഷം ഇപ്പം എനിക്ക് തോന്നുന്നു ഞായറാഴ്ച FMG എക്സാം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുതിയ റൂള് എന്ന് പറഞ്ഞാൽ 50 ക്വസ്റ്റ്യൻസിന്, അതായത് ടോട്ടൽ 180 മിനിറ്റ്സ് ആണെന്ന് തോന്നുന്നുണ്ട് എക്സാം ടോട്ടലുള്ളത്. അതിൽ ഓരോ 50 ക്വസ്റ്റ്യനും ആ സമയം കഴിഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻസ് ഓപ്പൺ ആക്കി കൊടുക്കുന്നുള്ളൂ. ഇത്ര സ്ട്രിക്റ്റിലാണ് FMG എക്സാം നടക്കുന്നത്. ഇനി ഞാൻ പ്ലാബ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പ്ലാബ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒന്നും സ്ട്രിക്റ്റ് ഇല്ല. പേപ്പർ ബേസ്ഡ് എക്സാമാണ് നടന്നത്. അത് നമ്മൾ ഹാൾ ടിക്കറ്റ് നോക്കുന്നു, ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ആൾക്കാർ നമ്മളെ കയറ്റി വിടുന്നു. ഈ ഒരു ഇതിലാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലുള്ള ഒരു NB പോലത്തെ ഒരു സ്ഥാപനത്തിന് ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം എന്തുകൊണ്ട് അവർ ആ രീതിക്ക് കൊണ്ടുവരുന്നില്ല? ഇപ്പോൾ ഇതിൻ്റെ തോട്ടുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സെൻട്രൽ ഗവൺമെൻറ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ തന്നെ നീറ്റ് ഓൺലൈൻ ആക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറാണ്. കാരണം വെച്ചാൽ ഇതിൻ്റെ നേരെ പകുതി ആൾക്കാർ, 12 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷയാണ് JEE തന്നെ 8 സെഷനായിട്ടാണ് നടത്തുന്നത്. കാരണം വെച്ചാൽ 12 ലക്ഷം ആൾക്കാരെ ഒരുമിച്ച് ഒറ്റ സെഷനിൽ ഇരുത്താൻ വേണ്ടി പറ്റുന്ന കമ്പ്യൂട്ടർ ലാബുകളോ സെറ്റപ്പുകളോ എക്സാം സെൻറ്റേഴ്സോ ഇന്ത്യയിൽ ഇല്ല. നമുക്ക് TCS പോലും ഇല്ല. TCS ഒക്കെ ഇൻവോൾവ് ആയിട്ട് പോലുമാണ് JEE 6, 7, 8 സെഷനായിട്ട് നടക്കുന്നത്. 8 സെഷനിൽ 8 ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാം നടത്തിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും കൂടി വാല്യൂസ് നോർമലൈസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫൈനൽ സ്കോർ പബ്ലിഷ് ചെയ്യുന്നത്. ഇത് 12 ലക്ഷം ആൾക്കാർ എഴുതുന്നതാണ്. അപ്പോൾ 24 ലക്ഷം പേര് എഴുതുകയാണെങ്കിൽ 8 സെഷൻ എന്നുള്ളത് 16 സെഷൻ ആയിട്ട് വരും. 16 ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ഇവർക്ക് വേറെ കാര്യം ചെയ്യാൻ പറ്റും. ഇവർക്ക് പണ്ടുള്ള പോലെ തന്നെ സ്റ്റേറ്റ് വൈസ് എക്സാമുകൾ നടത്താൻ പറ്റും. അത് പറ്റും, അത് പോസിബിൾ ആയിട്ടുള്ള കാര്യം. പക്ഷേ സ്റ്റേറ്റ് വൈസ് എക്സാം നടത്തുന്ന സമയത്ത് ഇപ്പോൾ ചില സ്റ്റേറ്റുകളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തമിഴ്നാട് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇന്നലെ വിജയിൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. അതായത് അവർ പറയുന്നത് എക്സാമേ വേണ്ട, +2 മാർക്കിൻ്റെ ബേസ് ചെയ്തിട്ട് കുട്ടികൾ അഡ്മിഷൻ എടുക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മാർക്കും വിവരവും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്, ആ വാക്കുകൾ തമ്മിലൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഓരോ സ്റ്റേറ്റുകളും ചെയ്യുമ്പോൾ അപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോൾ നാഷണൽ വൈഡ് ഇപ്പോൾ ഞാൻ പറയാം, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനം ഏതെങ്കിലും ഒരു X എന്ന് വിചാരിച്ചോ, ഈ സംസ്ഥാനത്തിൽ പഠിച്ച കുട്ടിക്ക് വലിയ വിവരമൊന്നും ഇല്ലാത്തൊരു കുട്ടിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടുകയും ആ കുട്ടി ഡോക്ടറായിട്ട് വരികയും ആ കുട്ടി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ആയി വന്നിട്ട് ഇവിടെ നമ്മളെ ചികിത്സിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഡോക്ടർ ആകുമ്പോൾ അവിടെ അത്ര കോമ്പീറ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ പകുതി കോമ്പീറ്റൻസി ഉള്ള ഒരാൾ ഡോക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ രണ്ടാളും ഒരേ ഡോക്ടറാണ്, ഒരേ സാധനമാണ്. അപ്പോൾ അതിനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നാഷണൽ വൈഡ് ഒരേ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്നൊരു സാധനം ഉണ്ട്. പക്ഷേ വേറൊരു കാര്യം കൂടി നമ്മൾ പറയുന്നത്, ഭയങ്കര ഡൈവേഴ്സ് ആണ്. അപ്പോൾ അത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലത്ത് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഇതിനകത്തുള്ള പോസിബിലിറ്റി ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഇത്, അതായത് 10-15,000 ഉദ്യോഗസ്ഥർ ഇൻവോൾവ് ചെയ്ത് നടത്തുന്ന നീറ്റ് എക്സാമിൽ ഒരു ചെറിയ പെർസെൻറ്റേജ്, ഒരു 1% അല്ലെങ്കിൽ 0.5% ആൾക്കാർ കറപ്റ്റഡ് ആണെന്ന് വിചാരിക്കുക 15,000. എന്നാൽ തന്നെ ആ കറക്റ്റഡ് നമ്പർ ഭയങ്കര വലുതാണ്. ഇവരാരെങ്കിലുമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി ലൂപ്പ് ഹോൾ ഉണ്ടാക്കി തൊള്ളണ്ടാക്കി കയറാം. ഇത് ഈ അണ്ടർമൈൻ ചെയ്യുക, തുരങ്കം വെക്കുക എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ്. അപ്പോൾ ഈ തുരങ്കം ഉണ്ടാക്കണം. അപ്പോൾ ഓഫ് കോഴ്സ് ഒരു പോപ്പുലേഷനിൽ എന്തായാലും കുറച്ച് കറപ്റ്റഡ് ചെങ്ങായിമാരുണ്ടാവും. അപ്പോൾ അവരെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത ആൾക്കാരാണ് 30+ ആൾക്കാർ CBIയുടെയും പോലീസിൻ്റെയൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഒരു രാജ്യത്തെ ഇത്രയും 24 ലക്ഷം ആൾക്കാർ, 24 ലക്ഷം അല്ല, 1 കോടിയുടെ അടുത്ത് ആൾക്കാർ വരും. 24 ലക്ഷം ആൾക്കാർ അവരുടെ അച്ഛനും അമ്മയും. അപ്പോൾ എത്രയായി? അപ്പോൾ തന്നെ 75 ലക്ഷം ആൾക്കാരായി.
75 ലക്ഷം ആൾക്കാരെ. ഈ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളിൽ ടീച്ചേഴ്സ് അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ പിന്നെ ഒരു 20. അപ്പോൾ ഒരു 1 CR ആൾക്കാർ എക്സ്പെക്ട് ചെയ്ത ഹോപ്പ്ഫുള്ളി ട്രസ്റ്റ് ചെയ്ത് നിന്ന സാധനത്തിനെ തുരങ്കം വെച്ചത് 30-35 ആൾക്കാരാണ്. അത്രയും മതി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു ബിരിയാണിയിൽ ഒരു തുള്ളി മണ്ണെണ്ണ സാധനം പാളിയ പോലത്തെ ഒരു സാധനമാണ്. അതേ സംഭവം സംഭവിച്ചിട്ടുള്ളൂ ഇതിനകത്ത് സംഭവിച്ചത്. ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോഴുള്ളൊരു ട്രെൻഡിങ് ആണ് MBBS അബ്രോഡ് ഉള്ളത്. നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഒബ്വിയസ്ലി ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങളുടെ ഒരു 5 വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ MBBS അബ്രോഡിനെ കുറിച്ചും അതുപോലെ തന്നെ MBBS ഇന്ത്യയിൽ സെൽഫ് ഫൈനാൻസിൽ പഠിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഗവൺമെൻറ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അവർ ഓൾറെഡി അതിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നേരെ മറിച്ച് സെയിം ഈവൻ ഇപ്പോൾ പാസിംഗ് മാർക്ക് ഈ പ്രാവശ്യം 129-ഉം ജനറൽ കാറ്റഗറി 160 സംതിങ്ങുമാണ്. ഈ ഒരു എമൗണ്ടിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ മാർക്കുള്ള ഒരു കുട്ടി NRI ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് ഇവിടുത്തെ കോളേജുകളിൽ 1 കോടി 1.5 കോടി 95 lakhs കൊടുത്തിട്ട് കയറുന്നതും ഒരു 500 അല്ലെങ്കിൽ 450 600 സ്കോറുള്ള കുട്ടി അബ്രോഡിലെ നല്ലൊരു ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് MBBS പഠിക്കുന്നതും കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്ത്യയിലെ ഗവൺമെൻറ് MBBSൻ്റെ കാര്യം ഓക്കെ, നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചവരതിന് ഓക്കെയാണ്, എലിജിബിളാണ്. നമുക്ക് മറ്റ് 2 കേസുകൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫിനാൻസിങ്ങും NRIയും അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. NRIയും അതിൽ തന്നെ ഒരു 500-600 മാർക്കുള്ള കുട്ടികൾ അബ്രോഡിലെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് പഠിക്കുന്നുണ്ട്. ഇതാണ് ഇതിന്റെ പോയിന്റ്. ഇതാണ് എനിക്കെന്താ വെച്ചാൽ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ പറയുമ്പോൾ കുറച്ചധികം കോംപ്ലക്സ് ആയതുകൊണ്ട് ഒറ്റയടിക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ ബേസിക്കലി പറയാം, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഒരു 620 മാർക്ക് അല്ലെങ്കിൽ 612 മാർക്ക് 610 മാർക്കുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് കേരളത്തിലൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇപ്പോൾ നമ്മൾ പറയാം അമലയോ ജൂബിലിയോ MESO അല്ലെങ്കിൽ ഗോകുലം മെഡിക്കൽ കോളേജ് ഒക്കെ പോലെയുള്ള ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതായത് നമ്മുടെ സീറ്റ് അലോട്ട്മെന്റ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ യാതൊരു സഹായം ഇല്ലാതെ ഗവൺമെന്റ് തന്നെ സീറ്റ് കൊടുക്കുന്നുണ്ട്. അവിടെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് 10 ലക്ഷം രൂപ, അതായത് ഒരു 8-8.5 ലക്ഷം രൂപ അക്കാഡമിക് ഫീസും ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് പേഴ്സണൽ എക്സ്പെൻസുകൾ വന്നിട്ട് 10 ലക്ഷം രൂപ ടോട്ടൽ എക്സ്പെൻസ് വരും. 5 വർഷം കൊണ്ട് 50 ലക്ഷം രൂപയുടെ അടുത്ത് എക്സ്പെൻസ് വരും എന്ന് വിചാരിക്കുക. അതൊരു ആവറേജ് ഒരു റൗണ്ട് ഓഫ് ഫിഗറിൽ പറഞ്ഞതാണ്. ഈ എക്സ്പെൻസ് വരാണ്. നിങ്ങളിപ്പോൾ എബ്രോഡ് പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എക്സ്പെൻസ് വരുന്നത് ഒരു 35-40 ലാക്സിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഈവൻ 50 lakhs വരും. അപ്പോൾ ഞാൻ പറയാം മാക്സിമം ലാഭം കിട്ടും, പരമാവധി ലാഭം കിട്ടുന്നത് 10-15 lakhs ആണ് പരമാവധി ലാഭം, അല്ലെങ്കിൽ സെയിം എമൗണ്ട് ആണ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ കുട്ടിക്ക് ഇന്ത്യയിൽ പഠിക്കണ അതേ പൈസ തന്നെയാണ് എബ്രോഡും വരുന്നത് ഉള്ളതുകൊണ്ട് ഐ പ്രിഫർ ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം ആ കുട്ടി ഒരു കാരണവശാലും എബ്രോഡ് പോകേണ്ട ആവശ്യമില്ല. എബ്രോഡ് പോകുമ്പോഴുള്ളൊരു കാര്യങ്ങൾ എനിക്കിങ്ങനെ ഈ എബ്രോഡ് MBBSനെ പൂർണ്ണമായിട്ട് പുച്ഛിക്കുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര റോങ് അഭിപ്രായമുണ്ട്. കാരണം എന്താ വെച്ചാൽ എബ്രോഡ് പോയി പഠിച്ചപ്പോൾ നിങ്ങളൊക്കെ തന്നെ എബ്രോഡ് പോയി പഠിച്ച് തിരിച്ചു വന്ന് FMG പാസ്സായി ഇവിടുന്ന് PG എടുത്ത് അല്ലെങ്കിൽ ഇവിടുന്ന് PG എടുക്കാൻ അർഹരായി. PG എടുക്കണോ വേണ്ടോ എന്നൊക്കെയുള്ള പേഴ്സണൽ ചോയ്സാണ്. ഇതിപ്പോൾ MBBSനെ പറ്റി പറയുകയാണെങ്കിൽ PG എടുക്കണമെന്ന് നാട്ടുകാരുടെ നിർബന്ധമാണ്, അത് വേണ്ട ആവശ്യമില്ല, പേഴ്സണൽ ചോയ്സാണ്. വേണമെങ്കിൽ PG എടുത്താൽ മതി. അപ്പോൾ FMG പാസ്സായി ഇന്ത്യയിൽ ഒരു ഗ്രാജുവേറ്റ് ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന ലൈസൻസും കിട്ടി ലൈസൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരൊന്നും കുറ്റം പറയേണ്ട ഒരു ആവശ്യമില്ല. അവർ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരുടെ അടുത്ത് വരുന്ന പേഷ്യൻസിന് രോഗം മാറുന്നതുകൊണ്ട് അവർ ഹാപ്പി ആണെങ്കിൽ എന്തിനാണ് അവരെ പുച്ഛിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എബ്രോഡ് പോവുക എന്നുള്ളത് തെറ്റല്ല. പക്ഷേ എബ്രോഡ് പോകുമ്പോൾ നമുക്ക് 5 വർഷം 5.5 വർഷം കറക്റ്റ് ആണെങ്കിൽ ഈ NBAയുടെ ഗൈഡ് ലൈൻസിൽ 64 മാസമാണ് 54 months MBBS ചെയ്യണമെന്നുണ്ട്, പ്ലസ് 1 year ഇന്റേൺഷിപ്പ്. അപ്പോൾ 64 മാസം 54 പ്ലസ് 1 year എന്ന് പറയുമ്പോൾ 66 മാസം. 66 മാസത്തെ കോഴ്സ് 54 പ്ലസ് 12 66 മാസത്തെ എന്ത് ചെയ്യണം? MBBSന്റെ കോഴ്സ് ടോട്ടൽ കംപ്ലീറ്റ് ചെയ്ത് അവിടുത്തെ ലൈസൻസിങ് വാങ്ങണം. ഏത് രാജ്യത്താണ്? ഇപ്പോൾ ജോർജിയോ, ഉസ്ബെക്കിസ്ഥാനോ, കിർഗിസ്ഥാനോ, എവിടെയാണോ പോകണം, ഈജിപ്റ്റോ, കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഫിലിപ്പീൻസ്, എന്തൊക്കെയോ സ്ഥലങ്ങൾ, ചൈന, റഷ്യ ഒക്കെ പോയിട്ട് അവിടുത്തെ ലൈസൻസ് വാങ്ങാം. അപ്പോൾ അവിടുത്തെ 66 മാസം അവിടെ നിന്ന് എടുത്തു അവിടുത്തെ ലൈസൻസ് വാങ്ങാൻ. തിരിച്ച് ഇവിടെ വന്നിട്ട് FMG പാസ്സാവും. അപ്പോൾ സപ്പോസ് ഈ കുട്ടി ഫസ്റ്റ് ഇയർ മുതൽ തന്നെ FMGക്ക് പഠിക്കുകയാണ്, അങ്ങനെ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ള പോയിന്റ്. അതായത് അഥവാ അബ്രോഡ് പോവുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റഡി ടൂർ പോകണ പോലെ നമ്മളെല്ലാവർക്കും കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പോൾ ഡോക്ടർ ആഷിക്ക് പറഞ്ഞത്, അത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മെയിൻ ഒരു ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ മുതൽ തന്നെ FMGക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ കണ്ടിട്ടുള്ള കുറേ കുട്ടികളുണ്ട്, അവർ സങ്കടപ്പെട്ടിട്ടാണ് വിളിക്കുക, സാറേ ഒരു രക്ഷയില്ല പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇവർ പോകുന്ന പോക്ക് എങ്ങനെയാന്ന് വെച്ചാൽ അവരൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകണം കൂടില്ല പോവാ. ആ രീതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നമാണ്. വ്ളോഗേഴ്സ് പോണേ, ഒരുപാട് വീഡിയോസ് അവിടെ പോവാ, ചുറ്റി കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ആളുകളില്ല. അത് ചെയ്യുന്നത് ഇൻഫ്ലുവൻസേഴ്സ് ആണ് MBBSനെ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു
ദാറ്റ്. മമ്മൂട്ടി അംബാസിഡർ ആവേണ്ട സാധനം അല്ലത്. അല്ല മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിനെ പുച്ഛം പറയുന്ന സാധനമല്ല കേട്ടോ. ഞാൻ പറയാം ഇപ്പൊ ഒരു സിനി ആർട്ടിസ്റ്റോ വേറെ ആൾക്കാരോ പറയുന്ന സാധനമല്ല, അങ്ങനെയല്ല. അത് മമ്മൂക്ക ലെജൻഡാണ്, അതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് പഠിച്ച ആൾക്കാർ, ഇതിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ പറയാൻ മമ്മൂക്ക അവിടെ നിൽക്കട്ടെ, മമ്മൂക്കാന്റെ ഒപ്പം അത് പഠിച്ച ആൾക്കാർ നിൽക്കട്ടെ, ആ സാധനത്തിനെ പറ്റി പറയട്ടെ, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ ഇത് മാറ്റി നിർത്ത് സാധാരണ സീനിയർ ആർട്ടിസ്റ്റുകൾ, ബാക്കി ആൾക്കാർ, രാഷ്ട്രീയക്കാർ, അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ മതത്തിന്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ അതാണ് ജസ്റ്റ് ബേസിക്കലി അതാണ് എന്റെ ക്വാളിഫിക്കേഷൻ. MBBS പറ്റി സംസാരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇത് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പോയിട്ട് കുട്ടികൾ ഇങ്ങനെ ഒരു സ്റ്റഡി ട്രിപ്പ് പോണ പോലെ പോയി വന്ന് അത് ഭയങ്കര പ്രശ്നമാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇനി അതർവൈസ് പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് അവിടെ ഞാൻ പറയാം 66 മാസം അവിടെ കഴിഞ്ഞു, അവിടുത്തെ സർട്ടിഫിക്കറ്റ് കിട്ടി, നേരെ വന്ന് ഇവിടുന്ന് FMG പാസ്സായി. അപ്പോൾ തന്നെ ഒരു 70 മാസമൊക്കെ ആയി. ഇനി FMG പാസ്സായിട്ട് ഇവിടുത്തെ ഇന്റേൺഷിപ്പ് അപ്പോൾ അപ്പോഴത്തേക്കും 82 മാസമാവും. 70 പ്ലസ് 82 മാസമായി. 82 മാസമായി ഇവിടുത്തെ ഇന്റേൺഷിപ്പ്. പിന്നെ രജിസ്ട്രേഷൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു 85 മാസത്തെ പണിയാണ് ഈ ഫോറിൻ MBBS കംപ്ലീറ്റ് ചെയ്ത് തരാം. ഇന്ത്യയിൽ ഡയറക്ട്ലി ഈ പറയുന്ന ഒരു കാര്യം ഒരാള് +2 എഴുതി നീറ്റ് ക്വാളിഫൈ ആയപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി ഇനി അടുത്ത ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല. അങ്ങനെ അയാൾ പോണ 2 വർഷം ഇവിടെ നിന്നിട്ട് പോണ ആളെ സംബന്ധിച്ചിടത്തോളം മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് എൻ്റെ കാര്യം. ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ 612 മാർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇത്തവണ ഒരു സെൽഫ് ഫിനാൻസിങ് സീറ്റ് കിട്ടുന്നത് ഒരു 560 570 വരെയുള്ള കുട്ടികൾക്ക് കിട്ടുമായിരിക്കും. അത് കറക്റ്റ് കേരള റാങ്ക് വന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്രയും മാർക്കുള്ള ഒരു കുട്ടീനെ സംബന്ധിച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവർക്ക് 5.5 months എന്ന് പറഞ്ഞാൽ കറക്റ്റ് 66 മാസം കൊണ്ട് ഇവർക്ക് ഇവിടുത്തെ രജിസ്ട്രേഷൻ കിട്ടും. മറ്റോടത്താണെങ്കിൽ ഒരു 80-85 മാസം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫ്രം ദ പോയിന്റ് ഓഫ് ജോയിനിങ് കേട്ടോ. അതായത് +2 കഴിഞ്ഞ പോയിന്റ് അല്ല, ഫ്രം ദ പോയിന്റ് ഓഫ് ജോയിനിങ് മുതൽ ഒരു 80 മാസത്തെ കിട്ടാം. അപ്പോൾ അത്രയും സമയത്തെ ലാഭത്തുണ്ട്. ഇപ്പോൾ ഞാൻ പറയുക ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ എബ്രോഡ് പോകുന്ന സമയത്ത് ഒരു 15 ലക്ഷം രൂപ ലാഭം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവർക്കൊരു 10-20 മാസം ഉണ്ട്. 20 മാസം പണിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പൈസ ഞാൻ പറഞ്ഞില്ലേ, മാസത്തിൽ 1 ലക്ഷം രൂപ വെച്ച് സാലറി കിട്ടിയാൽ പോലും അതിൽ കൂടുതൽ പൈസ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ ഇതിൽ ചില കാര്യങ്ങൾ പ്രശ്നം വരുന്നത് ചില ആൾക്കാർക്ക് ലോണ് ഒരു 50 lakhs ലോണിന്റെ വിഷയം, അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ ഇതിൽ പോകണം. ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്യാൻ എന്ന കാര്യം അതല്ല, ഞാൻ സെൽഫ് ഫൈനാൻസിനെ അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈവൻ നമ്മളിപ്പോൾ 40,000 ആൾക്കാർ ഗവൺമെന്റിൽ പഠിച്ചു, ഒരു 600 ഒക്കെ ലെവലുള്ള ആൾക്കാർ സെൽഫ് ഫൈനാൻസിൽ പഠിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതിലൊരു 130, 140, 150 ഒക്കെ ഉള്ള ആൾക്കാർ NRI സീറ്റിന് വേണ്ടിയിട്ട് 95 lakhs 1CR. 2 കാര്യങ്ങളുണ്ട് പറയാനുള്ളത്. ഇപ്പോൾ MBBS വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നതിനെ പറ്റിയിട്ട്, MBBS വേണ്ടിയിട്ട് കുടുംബം വെക്കുന്നതിനെ പറ്റിയിട്ട്, MBBS വേണ്ടിയിട്ട് ഒരു നല്ലൊരു എമൗണ്ട് 1 CR മുടക്കുന്നതിനെ പറ്റിയിട്ട് ശരിക്കും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറഞ്ഞു വെച്ചാൽ അവർക്ക് ചോദിച്ചത് ഞാൻ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഒരു പറയാം, അങ്ങനെ ഒരു കുട്ടി ഇവിടെ സെൽഫ് ഫൈനാൻസ് അല്ല NRI സീറ്റിൽ കയറാൻ നിൽക്കുന്നു. നേരെ മറിച്ച് അപ്പുറത്തൊരു 140 വേൾഡ് റാങ്ക് ഉള്ള എയിംസിനെക്കാട്ടി ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അപ്പുറത്തുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉള്ളൊരു കാര്യമാണ് ബേസിക്കലി ഞാൻ പറഞ്ഞ വെച്ചാൽ സുരഭായി ഒരു ഇപ്പം ഞാൻ പറയും 100 ഇത്തവണത്തെ നീറ്റിൻ്റെ 50% മാർക്ക് 160 ആണ്. ഈ 160 മാർക്കുള്ള ഒരു കുട്ടി എന്ന് വിചാരിക്കുക, എക്സാക്ട്ലി 160 മാർക്കുള്ള കുട്ടി എന്ന് വിചാരിക്കുക. ആ കുട്ടിയുടെ വിവരം അല്ലെങ്കിൽ അതിൻ്റെ ബേസിക് നോളജിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന സാധനം ക്വസ്റ്റ്യനബിളാണ്. ഞാനിത് പറയുന്നത് ആരെങ്കിലും ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ബേസിക് നോളജ് കുറവായിരിക്കും. ബേസിക് ഫിസിക്സ്, ബേസിക് കെമിസ്ട്രി, ബേസിക് ബയോളജി ടോക്കിംഗ് അബൌട്ട് അഡ്വാൻസ്ഡ് ബയോളജി. ഹാർട്ടിന് 4 ചേമ്പർ തമ്മിലുള്ള കണക്ഷൻസ് ഇങ്ങനെയൊക്കെയാണ്. ഇവിടുത്തെ വാൽവിങ് കാണിച്ചാണ്. അപ്പോൾ വെച്ചാൽ അതിങ്ങനെയാണ്. ഇപ്പോൾ ബേസിക് ഹോർമോണുകൾ ഇതാണ്, ഈ ഹോർമോണുകളുടെ പ്രവർത്തനം ഇങ്ങനെയാണ്, ബ്രെയിൻ ഇങ്ങനെയാണ്, ബ്രെയിനിൽ നിന്ന് നെർവ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നിട്ടുള്ള ബേസിക് നോളജ്. ആ നോളജുള്ള കുട്ടിക്ക് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു 300 മാർക്ക് കിട്ടും നീറ്റിന്. ആ ഒരു നോളജ്. ഇപ്പോൾ ഫിസിക്സിൽ ബേസിക്കലി ഫോഴ്സ് എന്താണ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്താണ്, ഇപ്പോൾ ഫ്ലൂയിഡ് മോഷനൊക്കെ പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചാലേ നമ്മൾ ബൈകസ്പിഡ് വാൽവും ട്രൈകസ്പിഡ് വാൽവും ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും അവിടുത്തെ പ്രഷർ വേരിയേഷൻസും സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഫ്ലൂയിഡ് മോഷൻ വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. ചെവിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക ഓർഗൻ ഓഫ് കോട്ടി അല്ലെങ്കിൽ ബെസിലാർ മെമ്പറൈൻ അതിൻ്റെ വൈബ്രേഷൻസ് അത് വേവ് മോഷൻ വെച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ അതൊരു +2 ലെവൽ ബേസിക് നോളജാണ്. അതുള്ളൊരു കുട്ടിയുടെ മാർക്ക് ഞാൻ പറയുന്നത് മിനിമം 300-350 ആണ്. ഇത് ബേസിക് നോളജുള്ള കുട്ടിക്ക്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ആ ഒരു നോളജുള്ള ആൾ MBBS എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു നോളജ് ഇല്ലാത്ത ഞാൻ പറയാം, നിങ്ങൾ കുട്ടികളോട് ഇതിപ്പോൾ നമ്മൾ പറയുക വെച്ചാൽ ഈ വാഴയുടെ അല്ലെങ്കിൽ മരത്തിൻ്റെ ഒക്കെ കൂമ്പിൽ വളരരുതെന്ന് പറയും, അതേപോലത്തെ ഒരു സാധനമാണ് പറയുക. നിങ്ങൾക്ക് MBBS വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8ാം ക്ലാസ് മുതൽ എനിക്ക്
എക്സാക്ട്ലി. വേറൊന്നുമില്ല. നിങ്ങൾ ഡോക്ടറായിക്കും, നിങ്ങൾ MBBS ഫോറിനിൽ പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വെച്ചാൽ പോയി പഠിച്ചോ, നിങ്ങൾക്ക് പൈസ ലാഭം നോക്കാം, വേറെ എന്ത് കാര്യം നോക്കാം, എന്ത് ഓപ്ഷൻ എവിടെ വേണമെങ്കിലും പഠിക്കാം. പക്ഷേ നമ്മൾ നമ്മുടെ വിവരത്തിന് കൂമ്പിൽ വളരരുത്, വേരിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കണം. അത് ഇപ്പോൾ കുട്ടിക്കൊരാഗ്രഹം, ഇപ്പോൾ പേരൻസിന് ഇപ്പോൾ ഉണ്ട് നല്ല പൈസയുള്ള റിച്ച് ആയിട്ടുള്ള പേരൻസ് ഉണ്ടാവും, നല്ല പൈസയുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ റിച്ച് ആയിട്ടുള്ള പൈസ നമ്മൾ മുടക്കേണ്ടത് +2 ശേഷമല്ല, മുന്നാണ്, 8ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലാണ്. അപ്പോൾ അവിടെ മുതൽ ഇവന് ഇപ്പോൾ ഞാൻ പറയാം തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണ പോലെ ആവരുത്. കാരണം MBBSന്റെ ബുക്കിന് നിങ്ങളെ കട്ടി അറിയാലോ, ഇത്ര കട്ടി ഉണ്ടാവും. അനാട്ടമി ഇപ്പോൾ ഏറ്റവും ചെറിയ ബുക്ക് BD ചൗരസിന്റെ ബുക്കും വിശ്രാം സിംഗിന്റെ ബുക്കാണ് ഏറ്റവും ചെറുത്. അത് ഈ കട്ടിയുള്ള 3 വോളിയാണ് ടോട്ടൽ. ഇത്ര ഉണ്ടാവും സാധനം, ഒരു ബുക്ക് മാത്രം. ബയോകെമിസ്ട്രിന്റെ ബുക്ക് ഇത്ര കട്ടി ഉണ്ടാവും, ഫിസിയോളജിയുടെ ബുക്ക് ഇത്ര കട്ടി ഉണ്ടാവും. ഫസ്റ്റ് ഇയർ മാത്രമേ ഉണ്ടാവും ഇത്ര കട്ടിയുള്ള ബുക്ക് പഠിക്കാൻ. ഇത് വായിച്ച് കോംപ്രഹെൻഡ് അതും ഇന്ത്യയിൽ കേട്ടോ, നമ്മളവിടെ ഇന്റർനാഷണൽ ബുക്സ് ആണ് വരുന്നത്. അപ്പൊ അത് കുറച്ചും കൂടി വലുതാണ്. ഈ സാധനം നമുക്ക് വായിച്ച് ഞാൻ എൻ്റെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് എനിക്ക് കേരള റാങ്ക് 15 എൻട്രൻസിന്. കേരള റാങ്ക് 15 ഭയങ്കര വിവരം ഉണ്ടെന്നല്ല ഞാൻ പറയണത്, പഠിച്ച് മേടിച്ച സാധനമാണ്. പക്ഷേ ഈ സാധനം വായിച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് ബയോകെമിസ്ട്രി വായിച്ചിട്ട് എനിക്ക് ഇങ്ങനെ തലയിൽ കൂടി ഇങ്ങനെ ഈച്ച പറഞ്ഞിട്ടുണ്ട്, വായിച്ച തിരിയില്ല. ഫിസിയോളജി വായിച്ചിട്ട് ഇതിപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ഫിസിയോളജി ഇപ്പോൾ എടുത്ത് വായിച്ചു നോക്കിയാൽ എനിക്ക് ഇപ്പോഴും പുതിയ കാര്യം മനസ്സിലാവും അതിനകത്ത്. കാരണം വെച്ചാൽ അതിപ്പോൾ ആൾക്കാരുണ്ട് അപ്പോൾ ഇയാൾക്ക് വിവരമില്ലാത്ത ഡോക്ടർ അതല്ല, അത് മനസ്സിലാക്കാനുള്ള ഒരു സംഗതി എത്താൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ. അത് ഇത്ര സിമ്പിളായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മളിപ്പോൾ 10ാം ക്ലാസ് സ്റ്റേറ്റ് പഠിച്ചിട്ട് +2 നമുക്കൊരു 100-120 മാർക്ക് അല്ലെങ്കിൽ 150 മാർക്കൊക്കെ നീറ്റിന് സ്കോർ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നീറ്റിന് വേണ്ടിയിട്ട് 1 വർഷമോ 2 വർഷമോ ട്രൈ ചെയ്തിട്ട് എടുക്കാം ഒരു 200 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരാൾ MBBS എടുക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? അല്ല, ഞാനത് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ അത്രയും ഞാൻ ഒന്നാമത്തെ കാര്യം 150-200 മാർക്ക് കിട്ടുമ്പോൾ തന്നെ പിന്നെ അതിലേക്ക് വീണ്ടും പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതായത് വീണ്ടും വർഷങ്ങൾ കളയാണ്ടിരിക്കുക. അതെ, ഞാൻ അയക്കാൻ വരുന്നത്. അതെ, ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തത് ഇവർ പിന്നെ ഇന്ത്യയിൽ NRIയിൽ എന്തായാലും ഇവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. അപ്പോൾ ഈ NRIയിൽ ജോയിൻ ചെയ്യുന്നതും അബ്രോഡ് പോകണതും രണ്ടും ഞാൻ ഒരേപോലെയാണ് കാണുന്നത്. പക്ഷെ അവരുടെ നോളജ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞാണ് അതിൻ്റെ കറക്റ്റ്. അങ്ങനത്തെ ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ബേസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അയാൾക്കത് ഗ്രാജുവേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മേ ബി ഇവിടെ പഠിച്ച കുട്ടി ചിലപ്പം പ്രാക്ടീസ് ചെയ്യും, NRIയിൽ കയറിയ കുട്ടി. കാരണം അവൻ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻക്കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. മറ്റേ കുട്ടി NRIയിൽ അല്ലാണ്ട് അബ്രോഡ് പോയി കഴിഞ്ഞ കുട്ടിക്ക് വീണ്ടും സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നേരെ മറിച്ച് ഇതിലൊരു ഈ അബ്രോഡ് MBBSനെ മാത്രം വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ആ വിമർശനത്തിനോടാണ് എൻ്റെ യോജിപ്പുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതേ ഈ അബ്രോഡ് MBBS പഠിക്കാൻ പോകുന്ന കുട്ടീൻ്റെ അതേ മാർക്കും അവർക്ക് പൈസ ഉണ്ട്, അവർക്ക് ഇവിടെ NRIയിൽ പഠിക്കാം. ഈ കുട്ടീനെ ഈ NRIയിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇവിടെ എന്തില്ല, സ്ക്രീനിങ് ടെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. അവർ ഇവിടുന്ന് ഗ്രാജുവേറ്റ് ആയി 1, 2, 3, 4 വർഷം എക്സ്ട്രാ എടുത്ത് ഗ്രാജുവേറ്റ് ആയാലും അവർക്ക് ഇവിടെ ഡയറക്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷേ അബ്രോഡിൽ നിന്ന് വരുന്ന ആൾക്കാരെ ഈ സ്ക്രീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ വരുമ്പോൾ അവരെ ഈവൻ ഞാൻ പറഞ്ഞത് അങ്ങനെ പഠിച്ച ആൾക്കാരെ പോലും അംഗീകരിക്കണില്ല. ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത് ആ കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ട് സ്ക്രീനിങ് ടെസ്റ്റും കഴിഞ്ഞ് പക്ക ക്ലിയർ ആയിട്ടാണ് ഇറങ്ങിയിട്ട് വരുന്നത്. അങ്ങനത്തെ ഒരാളെയും ഈ ഇവിടെയുള്ള ചില ആൾക്കാർ വാദിക്കണേ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യമാണ്. നേരെ മറിച്ച് ആ കുട്ടികളുടെ അടുത്തൊക്കെ 1 കോടിയും അല്ലെങ്കിൽ 1-10 ഒരു NRIൻ്റെ ഡോക്യുമെൻറ്റും ആർക്കും കിട്ടും. അമ്മായിൻ്റെ മോനെ എളാപ്പാൻ്റെ മോനെ ആരായാലും മതി NRI ഡോക്യുമെൻ്റ് കൊടുക്കണമെങ്കിൽ. അങ്ങനെ ഒരു ടീം വരുമ്പോൾ ഉള്ള ഞാൻ കുറച്ചുകൂടി അതിൽ പറയുന്നത് ആ ഫിൽറ്റർ ചെയ്ത് വരുന്ന കുട്ടിയാണ് അതിൽ ഒന്നുകൂടി ഉഷാറാവുക ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനൊരു പൊതുബോധം ഉണ്ടായി വരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലാതെ നമുക്കിപ്പോൾ ഇൻഡിവിജ്വലി ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടോ നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടോ ഒരു പൊതുബോധം എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ ഡോക്ടറായ എല്ലാ ആൾക്കാരും ഭയങ്കര അടിപൊളിയാണ്. ഡോക്ടർ അല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ഡോക്ടറാവാൻ പറ്റാത്ത. ഞാൻ വേറൊരു ആഡ് ഓൺ ചെയ്തുതരാം ഒരു കാര്യം കൂടി. നമ്മളിപ്പോൾ നല്ല ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ച് അടിപൊളിയായിട്ട് നല്ല മാർക്ക് കിട്ടിയൊരു ഡോക്ടറും അതേ മെഡിക്കൽ കോളേജിൽ തോറ്റ് 1 കൊല്ലം തോറ്റ് 2 കൊല്ലം തോറ്റ് നാട്ടിലിറങ്ങിയൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ പേഷ്യൻസ് കൂടുതലും ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്നതും ആ മാർക്ക് കുറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച് എന്ന ആൾക്കാർക്കും. കാരണം ഇതിന് വെറും നോളജ്, നിങ്ങൾ പറഞ്ഞാൽ ഈ നോളജ് മാത്രം പോരാ പേഷ്യൻസിന്. ഡെഫിനറ്റ്ലി നോളജ് വേണം, ട്രീറ്റ് ചെയ്യണമെങ്കിൽ നോളജ് വേണം. പക്ഷേ പേഷ്യൻസിന് നമ്മളൊരു മാനസികപരമായ ഒരു സപ്പോർട്ട് അതുകൂടി കിട്ടുമ്പോൾ ഏത് രോഗമാണെങ്കിലും വെറും മെഡിസിൻ കൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ആ ഒരു ഡോക്ടറിലൊരു വിശ്വാസം കൂടി വേണമല്ലോ. നമ്മളെ ഡെഫിനറ്റ്ലി മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കാത്ത കുറേ കാര്യങ്ങൾ, ഒരു മാനസികമായിട്ടുള്ള കുറേ മൂല്യങ്ങൾ, സാധനങ്ങളൊക്കെ ഭയങ്കര ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എന്റർപ്രണർഷിപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു അടിപൊളി ഡോക്ടർ ആവാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഈ സാധനം. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു പൊതുബോധം നാട്ടുകാരുടെ ഇടയിൽ അത് ജോയിനായി വരണം. അതായത്
ഡോക്ടറായിട്ട് ഒരു ഏതെങ്കിലും ഇപ്പോൾ പേരിൻ്റെ തുടക്കത്തിൽ ഡോക്ടർ എന്നുള്ള 2 ലെറ്ററിന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആവശ്യമില്ലാത്ത വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എനി ഹൗ കുറേ പൈസ മുടക്കി ഒരു 5 കൊല്ലം എക്സ്ട്രാ എടുത്തിട്ടൊക്കെ ആണെങ്കിലും ആ 2 വാക്ക് അവിടെ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ ആള് മഹാനായി മാറും, പ്രസ്റ്റീജായി മാറും. ഇപ്പം അതുകൊണ്ടാണ് ആൾക്കാരൊക്കെ കുറേ പേര് ഇങ്ങനെ ഇപ്പോൾ ഈവൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയാം, കുട്ടികൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് പോലും പേരൻസ് തള്ളിയിട്ടിട്ട് എൻട്രൻസ് കോച്ചിങ്ങിനും വിടും, അത് കിട്ടിയിട്ടില്ലെങ്കിൽ എബ്രോഡ് വിടും, അത് കിട്ടിയില്ലെങ്കിൽ NRI വിടും. കാരണം വെച്ചാൽ പേരൻസിൻ്റെ ഒരു സാധനമാണ് എങ്ങനെയെങ്കിലും ഇവൻ എന്ത് ചെയ്യുക ഈ സാധനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം. നമുക്ക് ഈ പ്രാവശ്യം അഡ്മിഷൻ എടുത്തില്ലേ കുറേ കുട്ടികൾ നമ്മളെ വിളിച്ച് വീണ്ടും ചോദിക്കും. അപ്പോൾ പേരൻസ് പറഞ്ഞ അങ്ങനെ ആ ഒരു സെറ്റപ്പ് തോന്നി. നമ്മൾ തന്നെ കുറേ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് അവർ കുറേ ആൾക്കാർ ഇവിടുന്ന് എന്താ പറയുക നമ്മളെ ഒരു അഡ്വൈസിൽ ക്യാൻസൽ ആക്കിയിട്ട് എൻ്റെ ഒരു സാധനം എന്താ വെച്ചാൽ എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ കുട്ടികൾ പറയും സാറേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അത് കുട്ടി ഡയറക്റ്റ്ലി പറയും. ചില കുട്ടികൾ ഡയറക്റ്റ്ലി പറയാതെ ഇൻഡയറക്റ്റ്ലി പറയും എനിക്കിങ്ങനെ വലിയ ഇൻട്രസ്റ്റ്, എനിക്ക് വേറൊരു കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരുന്ന് പേരൻസിനെ കൗൺസിൽ ചെയ്യാൻ നോക്കും. എന്താ സംഭവിക്കാമെന്നറിയോ? അവർ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ജോയിൻ ചെയ്യും. അവർ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഞാൻ കുട്ടീനെ കൊണ്ടുവരുന്നത് കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്ത് ഡോക്ടറാക്കാനാണ്. ഇപ്പൊ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ആക്കാനാണെങ്കിൽ നിങ്ങളെടുത്ത് മറ്റേ കുരങ്ങനെ മരം കയറാനും ആനക്ക് മരം കയറാനും പറ്റില്ല. അത് ആ കുട്ടിക്ക് മനസ്സിലാവും. പക്ഷെ പേരൻസിന്റെ കാര്യം എന്താ വെച്ചാൽ കുട്ടികളെ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി വിടുക, അതിനുള്ള എക്സ്പോഷറും അതിനുള്ള സാധനം. പക്ഷേ ബേസിക്സ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് പേരൻസിൻ്റെ ഉത്തരവാദിത്തം. 5ാം ക്ലാസ് 6ാം ക്ലാസ് മുതലുള്ള അല്ലെങ്കിൽ 8, 10 ഒരു 10ാം ക്ലാസ് അതായത് ഒരു MBBS പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു കുട്ടി 6ാം ക്ലാസ് മുതൽ തന്നെ അതിന്റെ ഫൗണ്ടേഷൻ 6 to 10 പേരന്റ് വൃത്തിയായിട്ട് പഠിപ്പിക്കുക, ബാക്കി കുട്ടീൻ്റെ കയ്യിലേക്ക് വിടുക. കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടി പഠിക്കും, താല്പര്യമില്ലെങ്കിൽ കുട്ടി വേറെ കോഴ്സിന് പോകും. അത് മക്കളെ ഒരു ഫ്രീഡത്തിന് വേണ്ടി വിടുക, അവർ അടിപൊളിയായിട്ട് മുന്നോട്ട്. നിങ്ങൾ പറഞ്ഞവർക്ക് MBBS കഴിഞ്ഞാൽ മാത്രമല്ല നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പൊതുവെ എല്ലാവരും മണി മൈൻഡഡ് ആണല്ലോ. ഞാൻ പറയാം, ഈ കുട്ടികൾ തന്നെ ചില ആൾക്കാർ ഇപ്പം എന്നോട് ഇങ്ങനെ പറയുന്നത് സാർ എനിക്ക് സർവീസ് ചെയ്യണം, അതായത് സേവനം ചെയ്യണം, സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡോക്ടർ ആവുന്നത്. ഈ ഡോക്ടർ മാത്രമാണോ സർവീസ് ചെയ്യുന്നത്? ലോകത്ത് ഞാൻ പറയാം ഒരു ഓട്ടോറിക്ഷ നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡോക്ടേഴ്സിനെ അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് നിങ്ങൾ സർവീസിനുള്ള ആൾക്കാരാണ്, നിങ്ങൾ മാത്രമാണ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരും ചായക്കടക്കാരനും ചെയ്യുന്നത് തന്നെ സർവീസ് തന്നെയാണ്. കാരണം വെച്ചാൽ അടിപൊളിയായിട്ടുള്ള ഭക്ഷണം കുറഞ്ഞ മിതമായ നിരക്കിൽ അല്ലെങ്കിൽ വേണ്ടിയവർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വില്ലിങ് ആവാന്നുള്ള സാധനം സർവീസാണ്. അപ്പോൾ ടീച്ചർ ചെയ്യുന്ന സർവീസാണ്, ബസ് കണ്ടക്ടർ ചെയ്യുന്ന സർവീസാണ്. അങ്ങനെ നോക്ക്, ആലോചിച്ച് നോക്ക്. നമ്മൾ ലോകത്ത് ഇപ്പോൾ എഞ്ചിനീയർ ചെയ്യുന്ന സാധനം സർവീസാണ്. ഇത് സർവീസ് തന്നെ. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ മൈക്കിൽ സംസാരിക്കുന്നത്, ഈ മൈക്ക് ഞാൻ കണ്ടുപിടിച്ച ഡോക്ടർ കണ്ടുപിടിച്ച സാധനം അല്ല. മൈക്ക് ഈ ക്യാമറ ഡോക്ടർ കണ്ടുപിടിച്ച സാധനമല്ല. അപ്പോൾ ഇതൊക്കെ സർവീസ് തന്നെയാണ്. അപ്പോൾ സർവീസ് ചെയ്യണം, ഹ്യൂമാനിറ്റീനെ സെർവ് ചെയ്യണം. അത് വേറൊരു വാക്ക്, ഹ്യൂമാനിറ്റീനെ സെർവ് ചെയ്യണം. ഈ സാധനങ്ങൾ, ഈ കണ്ടുപിടുത്തങ്ങളും ഈ ചുറ്റുപാടും ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഹ്യൂമാനിറ്റിക്കുള്ള സർവീസ് തന്നെയല്ലേ. അപ്പം ഇത് ഒരു പൊതുബോധമാവണം. എന്ത് വർക്ക് ചെയ്യുന്ന ആളും സർവീസ് തന്നെയാണ് ആ വർക്കിൽ. പക്ഷേ അതിനകത്തുണ്ട് എംപത്തിക്കായിട്ട് സർവീസ് ചെയ്യണം. എല്ലാ കാര്യത്തിലും സർവീസ് ഉണ്ട്, പക്ഷെ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എൻ്റെ എൻ്റെ ഒരു വേറൊരു കൺസേൺ എന്ന് പറഞ്ഞാൽ, കൺസേൺ അല്ല, ഒരു സംശയം. നമ്മൾ അബ്രോഡ് പഠിക്കുന്ന കുട്ടികൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് USMLE അല്ലെങ്കിൽ UKൻ്റെ പ്ലാബ് എക്സാമുകൾ, AMC ഓസ്ട്രേലിയൻ മെഡിക്കൽ കൗൺസിലിൻ്റെ എക്സാം. ഇപ്പോൾ ഈവൻ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും 7 ആൾക്കാർ USMLE ഓൾറെഡി കഴിഞ്ഞ് USA എത്തിയ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു നമ്മുടെ ഡയറക്ടർ ക്രിസ്റ്റൽ ഓൾറെഡി AMC പാർട്ട് 1 കഴിഞ്ഞു, ഇപ്പോൾ UAE വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാനാണെങ്കിലും പ്ലാബ് 1. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഇൻ്റർനാഷണലി നമ്മൾ കുറച്ചുകൂടി ട്രൈ ചെയ്യുന്നത്. ഞാൻ മറ്റുള്ള ആൾക്കാരിൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ നാട്ടിൽ പഠിച്ച ആൾക്കാരുണ്ട്, പക്ഷെ അതിൽ പല ആൾക്കാർക്കും ഇപ്പോൾ ഈവൻ MRCPനെ പറ്റി പോലും അറിയാത്തപ്പോൾ ഇന്നലെ ഞാൻ ഒരു മാസം മുമ്പ് നമ്മുടെ നാട്ടിൽ പഠിച്ചൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ അവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ ഇവർക്ക് MRCP എങ്ങനെ എടുക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നോളജ് കുറവുണ്ട്. അത് കുറച്ചും കൂടി എനിക്ക് തോന്നിയിട്ടുള്ളത് പുറത്തുപോയ കുട്ടികൾക്ക് അവർ ഇതിലും കുറച്ചുകൂടി അവെയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ അതുപോലെ തന്നെ ECFMGൻ്റെ അക്രിഡിറ്റേഷനുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ്, WFME അക്രിഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പൊതുവെ അല്ലെങ്കിൽ ഇവിടെ ഒരു കോളേജ് ചേരുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ചില എയിംസിന് പോലും ECFMGൻ്റെ അക്രിഡിറ്റേഷൻ ഇല്ല എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ പഠിച്ചാൽ നമുക്ക് USMLE എഴുതാൻ പറ്റില്ല, ഒരു ഫാക്റ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നമ്മളെ ഈ ഇന്ത്യൻ മെഡിക്കൽ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ഒരു അവയർനെസ് കുറയാനുള്ള കാരണം എന്താണ്? 2-3 കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളത്തിലെ അവസ്ഥകൾ ഡിഫറെൻ്റ് ആണ്. കേരളത്തിനെ മാറ്റി നിർത്താം. ബാക്കി സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ MBBS കഴിഞ്ഞാൽ തന്നെ വർക്ക് ചെയ്യാനുള്ള ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് നാട്ടിൽ തന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു MBBS കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്ത രൂപത്തിൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് സെക്ടറിലാണ്, പക്ഷേ സ്റ്റിൽ 1.5 ലാഖിൻ്റെ അടുത്ത് വരെയൊക്കെ സാലറി കിട്ടുന്ന തരത്തിൽ സ്വന്തം നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കേരളത്തിലെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. കേരളത്തിൽ ഡോക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇനിയിപ്പോൾ
ടൗൺ ഏരിയാസിൽ, അതായത് അർബൻ സ്ഥലങ്ങളിൽ നമുക്ക് വലിയ ഓപ്പണിങ്സോ ഭയങ്കര സാധനങ്ങളോ ഒക്കെ കുറവ് തന്നെയാണ്, ഈവൻ സ്പെഷ്യലിസ്റ്റുകൾക്കടക്കം. പക്ഷേ റൂറൽ സ്ഥലങ്ങളിലാണ് നമുക്ക് ഓപ്പണിംഗ് ഉള്ളത്. ഈവൻ കുറച്ചും മാറിക്കഴിഞ്ഞാൽ അതർ സ്റ്റേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റീസിനെ മാറ്റേണ്ടി വരുമായിരിക്കും, എനിക്കറിയില്ല കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടല്ല. പക്ഷേ അതർവൈസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ടൗൺ ഏരിയാസിൽ തന്നെ ഡോക്ടർമാരുടെ വേക്കൻസീസും ചാൻസുകളും ഓപ്പർച്യൂണിറ്റീസും നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പറയില്ലേ, മുന്നേ പോകുന്ന ആളുകൾ ചെയ്യുന്ന സീനിയേഴ്സ് ചെയ്യുന്ന വർക്കാണ് മിക്കവാറും ജൂനിയേഴ്സായിട്ട് വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരും. ഇപ്പോൾ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നമ്മൾ എന്താണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമ്മൾ എൻ്റെ നേരെ സീനിയർ, ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ കാണുന്നത് നമ്മുടെ 5 വർഷം സീനിയർ ആയിട്ടുള്ള ചേട്ടന് PG എൻട്രൻസിൽ 2nd റാങ്ക് കിട്ടിയിട്ട് ചേട്ടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ MD മെഡിസിൻ ജോയിൻ ചെയ്യുന്ന. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ MD മെഡിസിൻ അത് കൊള്ളാലേ. അപ്പോൾ പിന്നെ വെച്ചാൽ നമ്മുടെ കോളേജിൽ അപ്പോൾ ആ ചേട്ടൻ PG എൻട്രൻസ് കോച്ചിങ്ങിനൊന്നും പോയിട്ടില്ല. അപ്പോൾ PG എൻട്രൻസ് കോച്ചിങ്ങിന് പോവാതെ വരെ 2ാം റാങ്ക് മേടിച്ചെടുക്കാൻ വേണ്ടി പറ്റൂലേ, അത് നമ്മുടെ ഒരു കോൺഫിഡൻസ് സാധനങ്ങളാണ്. 2nd ഇയർ 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് 1 ഇയർ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, 2 ഇയർ സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ PG ഒക്കെ മേടിച്ച് സർജറി മെഡിസിനും പീഡിയാട്രിക്സ് ഒക്കെ എടുക്കുന്ന കാണുമ്പോൾ എന്താ വെച്ചാൽ നമ്മളൊരു തോട്ടം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. കാരണം വെച്ചാൽ ദേ ആർ ഡൂയിങ് ദാറ്റ്, നമ്മൾ അതിനുള്ള ലിവിങ് എക്സാമ്പിൾസാണ്. ഇപ്പോൾ ചില സീനിയേഴ്സൊക്കെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതായത് ആ കോളേജ് ഡ്യൂറിങ് ദാറ്റ് ടൈം അവർ എക്സ്ട്രാ കരിക്കുലേഴ്സിലൊക്കെ നല്ല ഫോക്കസ് ചെയ്ത് അക്കാഡമിക്കിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ഫോക്കസ് ചെയ്ത ആൾക്കാർ വരെ ഫൈനലി PG എൻട്രൻസ് എഴുതി കയറി പോകുന്നതൊക്കെ നമ്മൾ കാണുമ്പോഴൊക്കെ ഓക്കെ ആ ചേട്ടന് കിട്ടി, അപ്പോൾ എനിക്കും എന്ത് ചെയ്യും, കിട്ടും, ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വരുന്നൊരു സാധനം കണ്ടിട്ടുണ്ട്. നേരെ മറിച്ചിട്ട് ഇപ്പോൾ ഡൽഹി എയിംസിലൊക്കെ എൻ്റെ കൂടെ എൻ്റെ കറസ്പോണ്ടിങ് ബാച്ചിലൊക്കെ പഠിച്ച ആളുകളുണ്ട്, ഡൽഹി എയിംസിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ പഠിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവരിലിപ്പോൾ തന്നെ എൻ്റെ വളരെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ഇപ്പോൾ USMLE ക്ലിയർ ചെയ്ത് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് അവനെപ്പോൾ എപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങിയെന്ന് വെച്ചാൽ 3rd ഇയറിൽ പ്രിപ്പറേഷൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവൻ 3rd ഇയർ പഠിക്കുന്ന സമയത്ത് ഫൈനൽ ഇയറിലായിരുന്ന ചേട്ടൻ USMLE ക്ലിയർ ചെയ്തു. അപ്പോൾ പാർട്ട് 1 ഇവൻ MBBS ക്ലിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ പാർട്ട് 1 ഡ്യൂറിങ് MBBS പാർട്ട് 1 ക്ലിയർ ചെയ്തു. അതിനുള്ള പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുന്നു, അതിലേക്കുള്ള ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നു. അത് അവർ കാണുമ്പോൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി എക്സ്പോഷർ ബേസ് ചെയ്തിട്ടാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണോ കണ്ട് വളരുന്നത്, ഇപ്പോൾ എക്സ്പോഷറും ഓപ്പർച്യൂണിറ്റിയും, ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇന്ത്യയിൽ പോകുന്നതിനാണ് എക്സ്പോസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി ഐ തിങ്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ നല്ലൊരു സംഖ്യ കുട്ടികൾ പ്ലാബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഡോപ്പയിൽ ഫാക്കൽറ്റി ഉണ്ട്, ആക്കിഫ് ഡോപ്പയിൽ പഠിച്ച കുട്ടികൾക്ക് ആൾക്കാർക്ക് അറിയണം, ഫിസിക്സിൻ്റെ ഫാക്കൽറ്റി അടിപൊളിയായിട്ട് ക്ലാസ് എടുക്കും. ആക്കിഫ് അവരുടെ ടീം, അവരുടെ ഒരു ബാച്ച് അടക്കം ഒരു എൻറ്റയർ ബാച്ച് മൊത്തമായിട്ടും പ്ലാബാണ് അവർ ചൂസ് ചെയ്തെടുത്ത സാധനങ്ങൾ. അപ്പോൾ എന്താ വെച്ചാൽ ട്രെൻഡ് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ബേസിക്കലി പറയില്ലേ, യൂറോപ്യൻ കൺട്രീസ് ഒക്കെ ഇന്ത്യനേക്കാൾ ഒരു 3-4 വർഷം മുന്നാണ് ഓടുക എന്നുള്ള കാര്യം. അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് മാറി വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡോപ്പയിലെ മെൻഡർ ഉണ്ടായിരുന്നു, റൈസ. അവൾ 2nd ഇയർ പഠിക്കുമ്പോൾ 2nd ഇയർ തീരാനായപ്പോഴത്തേക്കും USMLE പാർട്ട് 1 ക്ലിയർ ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഇന്റേൺഷിപ്പ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് അവളുടെ പരിപാടി. പാർട്ട് 2 എഴുതുക, അപ്പോഴത്തേക്കും ബാക്കി പ്രൊഫൈലും ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് നേരെ കയറി പോകുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് നിൽക്കുക. അപ്പോൾ വാട്ട് ദേ ആർ സീയിങ്, അവരുടെ സീനിയേഴ്സ് എന്താണ് ചെയ്യുക, എന്തിനോടാണ് എക്സ്പോസ്ഡ് ആവുക. എസ്പെഷ്യലി കേരളത്തിലെ കുട്ടികൾ MBBS എന്താണെന്ന് അറിയാതാണ് MBBS എടുക്കുന്നത്. MBBS എന്താണ്, പിന്നെ കോളേജിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇന്നതാണ് എന്നൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് എന്നുള്ളതാണ്. ആൻഡ് ഇപ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ എന്താ പറയുക, കോളേജുകൾ, എക്സാമുകൾ, സാധനങ്ങൾ, ഇതൊക്കെ കാണുന്ന കുട്ടികൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഒരു ഗൂഗിൾ ചെയ്ത് നോക്കും, ഇതൊക്കെ എന്താ സാധനം, എങ്ങനെയൊക്കെ സാധനങ്ങൾ, എന്നിട്ട് അവർ അതിനെപ്പറ്റി ഓറിയൻറ്റഡ് ആയിരിക്കും. അപ്പോൾ മേ ബി ഇപ്പോൾ MBBS നീറ്റിന് എൻട്രൻസ് കോച്ചിങ്ങിന് വരുന്നതിന് മുന്നേ തന്നെ അവർ തീരുമാനിക്കും എനിക്കിപ്പോൾ USMLE എടുക്കണം, എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ. കാരണം നമ്മൾക്ക് അവിടെ നമ്മളെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറയുന്ന എക്സാമുകളും കാര്യങ്ങളും ഇതാണ്, ഞങ്ങൾക്ക് കിട്ടുന്നത് ഇതിൽ ഈ ലെവലിലേക്ക് പോകണം, ഇതാണ് എടുക്കേണ്ടതെന്നുള്ള രീതിയിൽ നമുക്കൊരു ഫീഡിങ് അവർ തരുന്നത് ഈ സാധനത്തിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം എൻ്റെ ലൈഫിൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള കുറേ ടീച്ചേഴ്സ്. ഇപ്പോൾ ഒരു PK ശശിധരൻ സാറുണ്ട്. സാറ് ഞാൻ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്യുമ്പോൾ മെഡിസിൻ HOD, 2nd ഇയർ ഞാൻ മെഡിസിനിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും സാർ റിട്ടയർ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അന്ന് എന്താ വെച്ചാൽ സാർ ഒരിക്കലും എന്നെ മെഡിസിൻ പഠിപ്പിച്ചിട്ടില്ല. സാർ ആ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, ഞാൻ മെഡിസിനിലെത്തുമ്പോൾ സാറല്ല HOD, സാറ് റിട്ടയർ ആയി. അപ്പോൾ PK സാറ് പറയുന്ന സാധനം എന്ന് വെച്ചാൽ മക്കളെ നിങ്ങൾ GP ആവണം, ജനറൽ പ്രാക്ടീഷണർ ആവണം, കാരണം ഇന്ത്യയിൽ നീഡുള്ളത് GPക്കാണ് എന്ന് സാറ് എപ്പോഴും റിപ്പീറ്റഡ്ലി പറയും. ഇപ്പോൾ സാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു കഴിഞ്ഞാലും മേ ബി ഇന്നലെ പോസ്റ്റ് ഇട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാണ് സാറ് വിൽ ബി ടോക്കിംഗ് അബൌട്ട് GPൻ്റെ ഇമ്പോർട്ടൻസ്. അതായത് വിത്തൗട്ട് നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനോ ലാബ് റിസൾട്ടോ ബാക്കി സാധനങ്ങളോ ഒക്കെ ലെസ് അവൈലബിലിറ്റി ആണെങ്കിൽ പോലും നമ്മുടെ ക്ലിനിക്കൽ സ്കില്ല് വെച്ചിട്ട് രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാനും അത് ജനറലി മാനേജ് ചെയ്യാനുള്ള സാധനങ്ങൾ, കോംപ്ലിക്കേഷൻ വരുന്ന സാധനങ്ങൾ റെഫർ ചെയ്യണം. പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു ഡിസീസ് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ജലദോഷം, തലവേദനയും, പനിയും, മേലുവേദനയുള്ള ആൾക്കാർ. ഞാനൊരു കാര്യം പറയും, ഇവിടെ ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താ അറിയാമോ, PG കഴിഞ്ഞ ആൾക്കാർ GP എടുക്കുന്നുണ്ട്. അതായത് അവരുടെ സ്പെഷ്യൽ ക്ലിനിക്കിൽ അവർ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുക്കും, ഇപ്പുറത്ത് വന്നിട്ട് GP ആയിട്ട് ഇവർ വർക്ക് ചെയ്യും. GPയുടെ നീഡ് ഇന്ത്യയിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ സാർ ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ
അത് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തതാണ് ഐ വിൽ ബി എ GP, ഞാനൊരു GP ആയിരിക്കും. ഇനി ആ GPനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ ഏതൊക്കെയാണോ അതാണ് ഞാൻ എടുക്കുക. എൻ്റെ വൈഫുണ്ട് പീഡിയാട്രീഷ്യനാണ്, അവൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് എബ്രോഡ് പോയാലോ, ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ യുദ്ധം ഉണ്ടാവുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞു ഞാൻ എബ്രോഡൊന്നും പോയില്ല, എനിക്കിവിടെ ഇന്ത്യയിൽ GP ആയിട്ട് ജീവിക്കണം. അത് നമ്മൾ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ചെയ്യും ടീച്ചേഴ്സ് ആൾക്കാരൊക്കെ. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഐ തിങ്ക് തിങ്സ് ആർ ചേഞ്ചിങ്. അതിന് വേറൊരു കാര്യം എന്താ അറിയോ, നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇവിടെ ഡോക്ടേഴ്സിൻ്റെ സാലറിയും ഡ്യൂട്ടി ടൈമും ഒരു ഫാമിലി അല്ലെങ്കിൽ വർക്ക് ബാലൻസ് ഇല്ല, സത്യം പറഞ്ഞാലില്ല. ഞാൻ ഇന്നലെ സംസാരിച്ചൊരു ഓർത്തോ ഡോക്ടറുണ്ട്, മൂപ്പര് കൂടി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വളരെ കുറവാണ്. അപ്പോൾ ഞാൻ കണ്ടതിൽ ഞാൻ പിന്നെ ഇന്ത്യയിൽ നിന്ന് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയുന്ന പല സ്പെഷ്യാലിറ്റി കഴിഞ്ഞ ആൾക്കാരും MRCP അല്ലെങ്കിൽ MRCS പോലത്തെ കോഴ്സുകൾ എടുത്ത് പോകുന്ന ആൾക്കാർ. പിന്നെ ഫ്രണ്ട് വേറൊരു ആഷിക്ക് നമ്മൾ വീഡിയോ ചെയ്താണ്, ഡോക്ടർ ആഷിക്ക്, ആൾ MRCS പാർട്ട് 1 ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് അബൌട്ട് ദ മണി യു വാണ്ട് ടു മേക്ക്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട സാധനം. മണി മാത്രമല്ല, ഒരു ഇപ്പോൾ ഒരു 1.5 lakh അല്ലെങ്കിൽ 1 lakh സാലറി, സ്പെഷ്യലിസ്റ്റ് ആണ്, 1.5 lakh സാലറി ഉണ്ട്. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഇപ്പോൾ 2 പാർട്ട്നേഴ്സും വർക്കിംഗ് ആണ്, അതുകൊണ്ട് ഹാപ്പി ആയിട്ട് അവർ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് 5-6 മണിക്കൂർ വർക്ക് ചെയ്താൽ മതിയാവും, വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ദേ വാണ്ട് 4 lakh, ദേ വാണ്ട് 5 lakh. അപ്പോൾ അവർക്ക് 12 മണിക്കൂറും 16 മണിക്കൂറും പണിയെടുക്കും. ഇപ്പോൾ ഈ 16, അതാണ് ഒരു ക്ലിനിക്ക് മതിയാവില്ല, 3 ഹോസ്പിറ്റലിൽ പോകണം എങ്കിലേ അത്ര പൈസ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഓടിയിട്ട് പറയാണ് എനിക്കിവിടെ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല എന്ന് പറയുമ്പോൾ അത് കുറേ കാര്യങ്ങൾ ബൈ ചോയ്സ് ആണ് അവരുടെ വർക്ക് ലൈഫ് ബാലൻസ് നശിപ്പിക്കുന്നത്, ആ ഒരു കാര്യം. പിന്നെ അത് ഞാൻ പറഞ്ഞില്ല, ഡോക്ടർ ആവാന്ന് പറയുമ്പം ഭയങ്കര പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ കുട്ടികളോട് ഞാൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ സാലറി മന്ത്ലി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ? അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, കാരണം എൻ്റെ അച്ഛന് 20,000 രൂപ ശമ്പളം. ഇപ്പോൾ അവർ പറയുന്ന സാധനമാണ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയാണ് എനിക്കൊരു 1.5 കിട്ടിയാലും 2 കിട്ടിയാലും മതിയാവൂല എന്ന് പറയുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് അത്രയുണ്ട്, പേഷ്യൻസ് ഒരുപാടുണ്ട്. നമ്മളൊന്നൊരു ക്ലിനിക്ക് ഇട്ടിരുന്ന് നമ്മൾ ഒരു മാസം 2 മാസം കൺസിസ്റ്റൻ്റ്ലി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 മണിക്കൂറിൽ 100 ആൾ വേണമെങ്കിൽ വരും കാണാൻ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ എബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു ദിവസം 10-15 അപ്പോയിൻമെൻറ്റ് അപ്പുറം കൊടുക്കാൻ പറ്റൂല. ആ 10-15 അപ്പോയിൻമെൻറ്റേ ഉള്ളൂ. അത് രോഗികൾ സഫർ ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. എൻ്റെ ബ്രദറൊക്കെ അവരവിടെ യൂറോപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു എമർജൻസി വന്നിട്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് എടുത്താൽ 4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുക. അപ്പോൾ ആ 4 ദിവസം കൊണ്ട് ആൾ മരിച്ചു പോകുന്നുള്ള കാര്യം പോലും അവർക്ക് പ്രശ്നമല്ല. 4 ദിവസം കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് ഉള്ളൂ, കാരണം ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഡോക്ടറുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുമെങ്കിലും രോഗികളുടെ സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അതും പ്രശ്നം തന്നെയാണ്. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക, 2 അറ്റത്തും പ്രശ്നങ്ങളുള്ള ഒരു സാധനമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഡെഫിനറ്റ്ലി ചേഞ്ച് ആവും, വേൾഡ് ചേഞ്ച് ആവും. നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ കുറേ സംസാരിക്കും. ഒരു കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് MBBS പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ പാരൻസിന്, കുട്ടികൾക്കല്ല, കുട്ടികൾക്ക് ഒബ്വിയസ്ലി താല്പര്യമുണ്ടെങ്കിൽ പാരൻസ് ആണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പാരൻസിന് അതുപോലെ തന്നെ അതിലൊരു അഡീഷണൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ MBBS കഴിഞ്ഞാൽ ക്ലിനിക്കൽ ജോബ് അല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. ഇപ്പോൾ ഈവൻ IIT-ലൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റേഴ്സ് കോഴ്സുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, അതുപോലെ തന്നെ പാരൻസിന് എന്താണ് MBBS കഴിഞ്ഞിട്ട് അതർ പ്രൊഫഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർപ്രണർഷിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. പബ്ലിക് ഹെൽത്ത് മാനേജ്മെൻറ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ്, അങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതല്ലാതെ ഇൻഷുറൻസ് സ്കീമുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ഈവൻ ഞാൻ പറയാന്ന് വെച്ചാൽ നിങ്ങളൊരു ഡോക്ടർ ആണെങ്കിൽ ഇഫ് യു ആർ റിയൽ പാഷനേറ്റ് അബൌട്ട് മേക്കിംഗ് എ ചേഞ്ച്, വളരെ എളുപ്പത്തിലുള്ള ഒരു സാധനം പൊളിറ്റിക്സ് ആണ്. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളൊരു സീനിയർ ഉണ്ട് ഡോക്ടർ സാരിൻ, അത് മൂപ്പര് പറയുന്ന സാധനമാണ് ഒരു ഹെൽത്ത് സെക്ടറിൽ അവിടെ ഒരു ഡോക്ടർ, ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു ഫീൽഡ് നമ്മൾ നീറ്റ് കോച്ചിങ്ങിന് ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീൽഡ് ഡയറക്റ്റ്ലി എക്സ്പോസ് ചെയ്ത ഒരാൾ ആ ഒരു ഫീൽഡ് ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ മാറ്റം വലുത് തന്നെയാണ്. അത് ദാൻ വേറൊരു ഡിഗ്രി പഠിച്ച ആൾക്കാർ. ഇപ്പോഴത്തെ പൊളിറ്റീഷ്യൻസ് നമുക്കറിയാം അങ്ങനെ പ്രത്യേകിച്ച് ഡിഗ്രി പോലും ഉണ്ടാവില്ല. ആ ഒരു ഡിഗ്രി പഠിച്ച് ആ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരാൾ എത്താൻ പറ്റുന്നപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് അതർ ഓപ്ഷൻസ്. ഞാൻ മനസ്സിലാക്കിയത് എന്താ അറിയോ, ഡോക്ടർ എന്നുള്ള ഒരാൾ പാഷനായിട്ട് MBBS കഴിഞ്ഞ ഡോക്ടറായ ആൾക്ക് പൊളിറ്റിക്സ് എന്നല്ല ഏത് കാര്യവും മാറ്റും. എന്തും ഞാൻ ഇപ്പം ഓൺട്രപ്രണേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ടോപ്പാണ്. ടോപ്പിൽ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈവൻ അതുപോലെ മറ്റേ സൈലത്തിൻ്റെ അനന്തു, പിന്നെ നമ്മുടെ ആസാദ് മൂപ്പന്, VPS ഫാർമസ്യൂട്ടിക്കൽസ്, ഒരുപാട്. ഞാൻ ഡോക്ടേഴ്സിന്റെ ഓൺട്രപ്രണേഴ്സിന്റെ ലിസ്റ്റ്. അതെ. അപ്പോൾ കാരണം അവർ എന്താണെന്നറിയോ, ഒരു പ്രഷർ കുക്കറിൽ വെന്ത് വന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ ആലോചിച്ച് നോക്കി, അതിന് ഇനി എവിടെ കൊണ്ടുപോയിട്ടാലും ഒന്നും ഏൽക്കാൻ പോകണില്ല. ഈവനിപ്പം നമ്മളെ വന്ന ഒരു ലൈഫ് സ്റ്റൈലും നമ്മൾ അനുഭവിച്ച പ്രഷറും ആ ഒരു സാധനത്തിൽ നിന്ന്, അതായത് തീയത്ത് അല്ലാണ്ട് തീയിൽ കുരുത്തൽ വെയിലത്ത് പാടില്ല എന്നാണല്ലോ. ഞാനിപ്പോൾ എങ്ങനെ വെച്ചാൽ ഈ പണ്ട് വീട്ടിലേക്ക് നിൽക്കുമ്പോഴേ എനിക്ക് കുഞ്ഞുണ്ടായി,
കുഞ്ഞ് ബേബി ഉണ്ടായി. അപ്പോൾ വയ്യ, അപ്പോൾ മൊത്തത്തിലൊരു ഡെലിവറി സാധനങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അങ്ങനെ ഉമ്മ ഉണ്ട്, അപ്പോൾ അവരാണ് നോക്കുക. അപ്പോൾ ഇവർ രാത്രി ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കൂളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. ഇവനെന്താ ഇങ്ങനെ നടക്കണേ? അപ്പോൾ ഞാൻ പറയാം, ഞാൻ ഇങ്ങനെയാണ് ട്രെയിൻഡ് ആയത്. ഞാൻ 24 മണിക്കൂർ 36 മണിക്കൂറൊക്കെ ഉറങ്ങാതെ നിന്ന് പണിയെടുക്കാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. സോ എനിക്കതിനകത്ത് ഇപ്പോൾ രാത്രി ഇപ്പോൾ പണ്ട് ഡോപ്പ് തുടങ്ങുന്ന സമയത്ത് ബാക്കി ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നു, രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഉണ്ട് നമ്മളെ മെസ്സേജ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലെന്ന് ചോദിക്കുക. പറഞ്ഞാൽ അതിനിപ്പോൾ ഉറങ്ങാൻ സമയമായിട്ടില്ലല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഫീൽ. കാരണം വെച്ചാൽ നമ്മളിത് ഇങ്ങനെ സൈക്ലിക്കലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോൾ എണീക്കണോ ആ സമയത്ത് എണീക്കാൻ പറ്റും, ഏത് സമയം എണീറ്റ 1 മിനിറ്റ് കൊണ്ട് ആക്റ്റീവ് ആവും. അതാണ് സാധനം. ഒരു റിഫ്രാക്ടറി ടൈം എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം എന്ന് വെച്ചാൽ വാർഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് സിസ്റ്റർ വന്നിട്ട് എമർജൻസി എന്ന് പറയുമ്പോൾ ചാടി എണീറ്റിട്ട് മാനേജ് ചെയ്തിട്ടുള്ളൊരു ശീലമാണ്. അപ്പോൾ ആ ഒരു സാധനം നമുക്ക് അഡ്വാൻറ്റേജ് തന്നെയാണ്. അത് ഞാനിങ്ങനെ ജസ്റ്റ് ഓണ്ടർപ്രണർഷിപ്പ് ഒരു ഓപ്ഷൻ മാത്രമാണ് കേട്ടോ, അത് മാറ്റി വെച്ചത് എല്ലാവരും പോയി ഓണ്ടർപ്രണർ ആവണമെന്നൊന്നുമല്ല. ബട്ട് ബേസിക്കലി ഡോക്ടർക്ക് ഒരു ഓണ്ടർപ്രണർഷിപ്പ് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ചാൽ സ്വന്തം ഒരു ക്ലിനിക്കാണെങ്കിൽ അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് പോകാനുള്ളത്. അതായത് ഞാൻ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ഇൻകത്തിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്, ഒരു പാസീവ് ഇൻകം എപ്പോഴും നമുക്ക് വേണം. കാരണം ഈവൻ ഇപ്പോൾ നമ്മളിപ്പം ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്, നമ്മളൊരു ആക്റ്റീവ് ഇൻകത്തിൽ നമ്മൾ സാലറിയിൽ പോകണം. ഇൻ കേസ് നമുക്കൊരു സമയത്ത് വയ്യാണ്ട് വരിക എന്താ ചെയ്ത് നമുക്കൊരു പാസീവ് ഇൻകം ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ടോപ്പിക്സ് ആണ് ഡെഫിനറ്റ് ആയിട്ട്. അല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സ് നിങ്ങൾ പറഞ്ഞില്ലേ ഓണ്ടർപ്രണർ ആവണം എന്ന് പറഞ്ഞതുകൊണ്ട് പറയണം, ഒരു ഓർഗനൈസേഷൻ പവർ വേണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി. ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്, ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റൗണ്ട്സ് എടുക്കാമെന്ന് വിചാരിക്കുക. റൗണ്ട്സ് എടുക്കാൻ നേരത്തിട്ട് ഒരു ഡോക്ടർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ജൂനിയർ ഡോക്ടർ ഉണ്ടാവും, 2-3 സിസ്റ്റർമാരുണ്ടാവും. അപ്പോൾ സിസ്റ്റർമാരുടെ അടുത്ത് ഇതൊരു ടീമാണ്, ഒരു 5 ആളുടെ ടീമാണ്. ആ ടീമിനെ ലീഡ് ചെയ്യുക എന്നുള്ളത് ഈ ഡോക്ടറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളത് പോയി ചെയ്യുക, ഇതിങ്ങനെ ചെയ്താൽ മതി, അതങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ബെറ്റർ ഡോക്ടർ ഡെഫിനറ്റ്ലി. മറ്റേതെന്താ വെച്ചാൽ സിസ്റ്ററോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഇവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, തപ്പി കളിച്ച് നിൽക്കുക, അത് നടക്കണ കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു പവർ, പക്ഷെ അത് മെഡിക്കൽ കോളേജിൽ 5 കൊല്ലത്തെ ട്രെയിനിങ് കൊണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഇതൊന്നും എനിക്കില്ല, ഞാൻ പോയാൽ കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അതിനാണ് നമ്മൾ കോളേജിൽ പോകണത്. കോളേജിൽ പോയിട്ട് ഇപ്പോൾ സാറുമാരുടെ കൂടെ ഒരു 10 ദിവസം റൗണ്ട്സിന് നടന്നാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റൗണ്ട്സിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതൊരു കാര്യമാണ്. പേരൻസിനോട് പറയാനുള്ള ഒരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ മെഡിസിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇഫ് യു വാണ്ട് നിങ്ങളുടെ കുട്ടീനെ ഒരു ഡോക്ടർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇത് ഡോക്ടറായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഡോക്ടറായിട്ട് സക്സസ്ഫുള്ളി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ഡോക്ടറായിട്ട് തന്നെ എന്തിനായിരുന്നു ഞാൻ ഡോക്ടറായത്, എനിക്ക് ഡോക്ടറാവേണ്ട ആശയം ഉണ്ടായിരുന്നില്ല, വേറെ അങ്ങനെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരല്ല, ഹാപ്പി ആയിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെ പഠിച്ചു, എവിടെ നിന്നാണ് നോക്കിയത്, ഏത് ക്ലാസ് മുതൽ പ്രിപ്പയർ ചെയ്തു. ടു ബി വെരി ഹോണസ്റ്റ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും, ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു 8ാം ക്ലാസ് മുതലൊക്കെ തന്നെ വൃത്തിക്ക് പഠിച്ച ആൾക്കാരാണ്. ഈവൻ ഞാനടക്കമുള്ള ആൾക്കാർ. ഞാൻ പറഞ്ഞു എനിക്ക് +2 മാർക്ക് കുറവാണ്, പക്ഷേ സ്റ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കിപ്പോൾ ഈ ഫ്രാക്ഷണൽ നമ്പർ എങ്ങനെയാണ് കൂട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിയാമായിരുന്നു. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ സാധനത്തിനെ പറ്റിയിട്ട് എനിക്ക് ധാരണ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതല്ല ഞാൻ വന്നത്. മാർക്ക് കുറവായിരുന്നു, +2 ഞാൻ പഠിച്ചില്ല, ഞാൻ അലമ്പി, അതുകൊണ്ടാണ്. പക്ഷേ അതിനെ പറ്റിയിട്ടൊക്കെയുള്ള തന്നെ ഒരു ബേസ് സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെപ്പോഴാണ് തുടങ്ങിയത്, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് വന്നത്, ഡോക്ടർ ലൈഫ് എന്താണ്, ബാക്കി കാര്യങ്ങൾ എന്താണ്. ഇപ്പോൾ ഞാൻ പറയുകയാണ്, അതിപ്പോൾ എന്നോട് ചോദിക്കണമെന്ന് ആവശ്യമില്ല, എൻ്റെ ഉമ്മാനോട് ഉപ്പാനോട് ചോദിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാണ്, അപ്പോൾ അവർ പറയും ഡോക്ടർ അവൻ ഇങ്ങനെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്, ഇത്ര കഷ്ടപ്പാടുകളുണ്ട്, ഇത്ര കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്പർ 1 കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ഐഡിയാസായിട്ട് കുട്ടിയുടെ ഐഡിയ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അത് നോക്കുക, എന്നിട്ട് മാത്രം പോവുക എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. ആൻഡ് ഇത് ഞാൻ പറയാം, ഭയങ്കര എഫേർട്ടോ പൈസയോ അധ്വാനമോ ഒന്നും ഇല്ലാതെ കിട്ടുന്നതാണെങ്കിലാണ് നല്ലത്. ഇത് കുറേ പൈസ ചിലവാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 1-1.5 കോടി രൂപ ചിലവാക്കി ഭയങ്കരമായിട്ട് അധ്വാനിച്ച് അതിന് കുടുംബം വിറ്റ് കഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ വാങ്ങേണ്ട ഒരു സാധനം അല്ല MBBS എന്ന് പറഞ്ഞാൽ. എളുപ്പത്തിൽ കിട്ടും, നമ്മൾ ഹാപ്പി ആയിട്ട് കംഫർട്ടബിളി വർക്ക് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതാണ്. റീറിപ്പീറ്റിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു റിപ്പീറ്റേഴ്സ് കോച്ചിങ് നടത്തുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ ഞാൻ മറ്റേ സൈഡ് എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്നത് പറയുമ്പോഴാണല്ലോ കുഴപ്പം. അപ്പോൾ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയാൻ വിചാരിക്കും. ഞാൻ പറയാൻ വെച്ചാൽ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നത് വരെ വേസ്റ്റ് ഓഫ് എഫേർട്ടാണ്. 1 കൊല്ലം ചെയ്യുന്നത് വരെ. ഞാൻ മാക്സിമം പറയുന്നത് വെച്ചാൽ മാക്സിമം നിങ്ങൾക്ക് 1 കൊല്ലം ട്രൈ ചെയ്ത് നോക്കാം, കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ 1 കൊല്ലം റിപ്പീറ്റ് ചെയ്യുമ്പോൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കൂമ്പിൽ വളരരുത്. 8ാം ക്ലാസ് 9ാം ക്ലാസ് 10 11 12 കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു വൃത്തി. അത് നോക്കുക, അത് തന്നെ വേസ്റ്റ് ഓഫ് എഫേർട്ടാണ്. ഫസ്റ്റ് ചാൻസിൽ MBBS കിട്ടുമോ എന്ന് നോക്കുക, അതാണ് കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ട്രെയിനിങ് സാധനങ്ങൾ എടുക്കുക, എന്നിട്ട് അങ്ങനെയൊക്കെ പോയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എടുക്കുക. ഇത് 1 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് 10 കൊല്ലമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ആളെ എനിക്കറിയാം. 10 years ആയിട്ട് ഇതേ എന്ന് പറഞ്ഞാൽ വെച്ചാൽ അവർ ടൈം ഫ്രെയിം ഒന്നും വെച്ചിട്ടില്ല, അത് കിട്ടുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊന്നും തെറ്റാ, ചെയ്യാൻ പാടില്ല. നമ്മൾ വെച്ചാൽ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഭയങ്കര എഫേർട്ട് ഇല്ലാതെ ഒരു മെൻ്റൽ
പ്രഷർ വരാതെ ഒരു ഹാപ്പിനെസ്സിലൊക്കെ കിട്ടുകയാണെങ്കിൽ MBBS എടുക്കാം. അതർവൈസ് MBBS അല്ലാതെ ഒരുപാട് കോഴ്സുകൾ ലോകത്ത് അടിപൊളിയാണ്, അതെടുക്കാൻ വേണ്ടി നോക്കാം. ഗോൾ റീസെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു തമാശയുള്ള കാര്യം കൂടി പറയാം. LKG പഠിക്കുന്ന കുട്ടീനോട് ചോദിക്കുകയാണ് മോൻ എന്താ ആവേണ്ടതെന്ന്. കുട്ടി എന്താ പറയാന്നറിയോ? എന്താ പറയുക? നിങ്ങളൊരു അഭിപ്രായത്തിൽ പറയും. കുട്ടി അവന് എക്സ്പോഷർ കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഒരു ടോപ്പിക്. LKG കുട്ടിക്ക് എന്തൊക്കെ എക്സ്പോഷർ ഉണ്ടാവും? ടീച്ചറെ കണ്ടിട്ടുണ്ടാവും, ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, പേരന്റിന്റെ ജോലി എന്താണോ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നൈബറുടെ ജോലി ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ കുട്ടി പ്രോബബ്ലി അവിടെ വെച്ചിട്ട് പറയും എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ ആവണം എന്ന് പറയും. ഡോക്ടർ ആവണം എന്ന് പറയുമ്പോൾ തന്നെ കൈയെടുക്കും. വെരി ഗുഡ് പറയും. അപ്പോൾ ഈ വെരി ഗുഡ് ഒരു അപ്രിസിയേഷൻ ആണ്. അപ്രിസിയേഷൻ കിട്ടിയ കുട്ടീനോട് ഒരു 6 മാസം കഴിഞ്ഞ് ചോദിക്കണം എന്താ ആവേണ്ടതെന്നുള്ളത്. അപ്പോൾ കുട്ടിയുടെ മൈൻഡിൽ ഉണ്ടാവുന്നത് അന്ന് ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയ അപ്രിസിയേഷൻ ആണ്. കുട്ടി വീണ്ടും ഡോക്ടർ പറയും, വീണ്ടും അപ്രിസിയേഷൻ കിട്ടും. എന്നിട്ട് 5ാം ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് ആൾക്കാർ പറയാൻ തുടങ്ങുന്നുണ്ട് അവൻ LKG മുതൽ ഡോക്ടർ ആവണമെന്ന് പറയുന്ന ആളാണ്, LKG മുതൽ ഡോക്ടർ ആവണമെന്ന് പറയുന്ന ആളാണെന്ന് പറയും. LKGയിലുള്ള കുട്ടി ഈ LKGയിലുള്ള കുട്ടി എന്ത് ബോധത്തിലാണ് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്? ഒരു ബോധമില്ല, വെറുതെ പറഞ്ഞതാണ്. പിന്നെ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ പറയും LKG മുതൽ ഡോക്ടർ ആവണമെന്ന് പറയും. പറഞ്ഞു കുട്ടീൻ്റെ ഒരു മാൻഡേറ്ററി ആവും ഡോക്ടർ ആവാന്നുള്ള സാധനം. എന്നിട്ട് ഇപ്പോൾ എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാൻ വരുമ്പോൾ വരെ പേരൻസ് പറയുന്നത് വെച്ചാൽ ഈ കുട്ടി ഉണ്ടല്ലോ LKG ഡോക്ടറാന്ന് പറയുന്നത്. LKGയിൽ എന്ത് ബോധത്തിലാണ് ഇവർ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞത്? ഇവർക്ക് അറിയോ പോലും ഇല്ലല്ലോ. അപ്പോൾ ആ കുട്ടിക്ക് അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിക്ക് മറിച്ച് ചിന്തിക്കാനുള്ള ഓപ്ഷൻ. കാരണം വെച്ചാൽ 10ാം ക്ലാസ് +1 +2 ഒക്കെ ആകുമ്പോൾ കുട്ടിക്ക് സ്വന്തമായിട്ട് ബുദ്ധി വന്നു. അപ്പോൾ ആ കുട്ടീനോട് ഡോക്ടർ എന്താണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം. മക്കളെ ഇതൊക്കെയാണ് ഡോക്ടർ. നീ പണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ ബേസ് ഫൗണ്ടേഷൻ 8ാം ക്ലാസ് നമുക്ക് കൂട്ടാം. 8ാം ക്ലാസ് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കരിയർ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന കാര്യങ്ങൾ കരിയർ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ 4-5 കാര്യങ്ങളുണ്ട്. 4 കാര്യങ്ങൾ. ഒന്ന് പേഴ്സണാലിറ്റി, നമ്മളെ ഏത് ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, നമ്മളുടെ ഇൻട്രസ്റ്റുകൾ, താല്പര്യങ്ങൾ. ഇപ്പോൾ ഞാൻ പറയാണ് ഒരു ഫോർഡ് അല്ലെ ഫെറാറി കാറ് വാങ്ങണം, ബുർജ് ഖലീഫേൻ്റെ മേളിൽ ഫ്ലാറ്റ് എടുക്കണം, അങ്ങനെയൊക്കെ പോകണം. അതാണ് നമ്മുടെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും എന്ന് വിചാരിച്ചോ. അങ്ങനെ ആൾ ഡോക്ടർ ആവരുത്. കാരണം അങ്ങനത്തെ ഒരു ഡോക്ടറായി കിട്ടണ പൈസയും കൊണ്ട് ഇവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. അതുപോലത്തെ ഒരു സൂപ്പർ ലക്ഷറിയസ് ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. അതിന് കഴിയില്ല. അങ്ങനത്തെ ആൾ ഡോക്ടർ അല്ല ഉണ്ട്. അവന് അതിന് പറ്റിയ വേറെ പ്രൊഫഷനിലേക്കാണ് വേണ്ടത്. പിന്നെ വർക്ക് വാല്യൂ പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതായത് വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് എന്തെല്ലാം വാല്യൂസ് ആണ് അവന് കിട്ടേണ്ടത്. അപ്പോൾ അതിനകത്ത് മണി പ്രധാനമായിട്ടുള്ള സാധനമാണെങ്കിൽ ഡോക്ടർ ആവരുത്. അതിന് കുറച്ചും കൂടി പറയാം, റെക്കഗ്നീഷൻ കിട്ടുക, ആൾക്കാരുടെ കയ്യിൽ നിന്ന് അംഗീകാരങ്ങൾ കിട്ടുക, ബാക്കി ആൾക്കാരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് സന്തോഷം വരിക, ഒരാളെ പെയിനിൽ സഹായിക്കാനുള്ളൊരു എംപതി ഉണ്ടാവുക. അതൊക്കെയാണ് ആളുടെ വർക്ക് വാല്യൂ പ്രപ്പോസിഷൻ എങ്കിൽ മാത്രമേ ഡോക്ടർ ആവുള്ളൂ. അപ്പോൾ ഇങ്ങനെ പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, വർക്ക് വാല്യൂ പ്രപ്പോസിഷൻസ്, ഇൻട്രസ്റ്റുകൾ, ഇത്രയും 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഗോൾ സെറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ LKGയിൽ പറഞ്ഞ വാക്കല്ല ഗോള്. ആ സാധനങ്ങളൊക്കെ പേരൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര ലോങ് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും നമ്മൾ ഈ സമയത്ത് ഇരുന്ന് നമ്മൾ നിങ്ങൾക്കും എന്താ പറയുക അടുത്ത മീറ്റിംഗ് കാര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങൾ ഡെഫിനറ്റ്ലി പേരൻസിനും അതുപോലെ തന്നെ MBBS പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസിനും അതുപോലെ നമ്മളൊരു ഓഡിയൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ആഷിക്കിനൊരു ഓഡിയൻസ് ഉണ്ട്. ഈ ആൾക്കാർക്കൊക്കെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇതൊരു ഇൻഫർമേറ്റീവായിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ്സ് ചെയ്യാം. അതിന് നമ്മൾ വീണ്ടും മറുപടി കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അതുപോലെ വീണ്ടും നമുക്ക് വീഡിയോസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന്. നിങ്ങൾ ആർക്കെങ്കിലും കണക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്കാണെങ്കിൽ ഡോക്ടർ ആഷിഖ് സൈനുദ്ദീൻ എന്നാണ് പേര്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിലൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ തന്നെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം. നമ്മൾ ഡയറക്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ ഇൻഫർമേഷൻസും ഈ ഒരു അവയർനെസ്സും കൂട്ടിയെടുക്കുക എന്നുള്ള കാര്യത്തിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം പറയാണ്. താങ്ക് യു സോ മച്ച്. നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ വേണ്ടി പറ്റിയതിൽ ബാക്കി സാധനത്തിലൊക്കെ നമുക്ക് പിന്നീട് ഒരു ദിവസം. ശരി, അതെ, താങ്ക് യു.